ാണ് നമ്മൾ സാധാരണ ദേവിമാരായിട്ട് പറയാം. മറ്റ് ദേവിമാരൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ സാധാരണ ദേവി എന്ന് പറയും. അപ്പോൾ ദേവിയുടെ കാര്യങ്ങൾ തുടക്കത്തിലെ പറഞ്ഞു രഹസ്യമാണ്, അതങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. രഹസ്യത്രയം എന്നൊക്കെ പറയും, മൂന്ന് പ്രധാനപ്പെട്ട പറയുന്നത്. അപ്പോൾ ഈ ദേവിയുടെ കാര്യങ്ങൾ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന കുറേ ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട ചില ഗ്രന്ഥങ്ങളെന്ന് പറയുന്നത് ഒന്ന് ദേവി മഹാത്മ്യമാണ്, മറ്റൊന്ന് ലളിതാ സഹസ്രനാമമാണ്, മറ്റൊന്ന് ലളിതാ ത്രിശതിയാണ്, മറ്റൊന്ന് സൗന്ദര്യലഹരിയാണ്, മറ്റൊന്ന് ബാലാവിംശൻ. ഈ 5 ഗ്രന്ഥങ്ങളാണ് പ്രധാനമായിട്ടും ദേവിയെക്കുറിച്ച്, ശക്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ദേവി എന്നത് ശക്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഗ്രന്ഥം. ഇതിൽ ആദ്യത്തേത് ഏറ്റവും പ്രധാനത്തിൽ നിൽക്കുന്നത് ദേവി മഹാത്മ്യം തന്നെയാണ്. ദേവിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഗ്രന്ഥമാണ് ദേവി മഹാത്മ്യം. പണ്ടുകാലത്ത് എല്ലാ ഹൈന്ദവ ഗൃഹങ്ങളിലും ഉണ്ടായിരുന്ന ഒരു ഗ്രന്ഥമാണ് ദേവി മഹാത്മ്യം എന്ന് പറയുന്നത്. ആ പേര് കൊണ്ട് തന്നെ അറിയാം. അതിന് മറ്റൊരു പേരുണ്ട്, ദുർഗാ സപ്തശതി എന്ന് പറയും, അല്ലെങ്കിൽ ചണ്ഡി സപ്തശതി എന്ന് പറയും. 700 ശ്ലോകങ്ങളടങ്ങിയ മാർക്കണ്ഡേയ പുരാണത്തിലെ 700 ശ്ലോകങ്ങളുള്ള ഒരു ഗ്രന്ഥമാണ് ദുർഗാ സപ്തശതി അല്ലെ ചണ്ഡി സപ്തശതി എന്ന് പറയുന്ന കേരളത്തിലെ ദേവി മഹാത്മ്യം എന്ന് പറയുന്ന ഈ ഗ്രന്ഥം. ഇതിൽ 13 അധ്യായങ്ങളിലായിട്ട് ദേവിയുടെ മഹാത്മ്യത്തെക്കുറിച്ച്, ദേവിയുടെ യുദ്ധവർണ്ണനകളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. തുടക്കത്തിൽ പറഞ്ഞ് ഹൈന്ദവ ഗൃഹങ്ങളിൽ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം, പണ്ടുകാലത്ത് ഈ ഒരു ഗ്രന്ഥം മാത്രം കയ്യിൽ വെച്ചുകൊണ്ട് വനാന്തരങ്ങളിൽ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത്, ദുർഘടമായ പാതകളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഭൂതപ്രേത പിശാചുക്കളുടെയൊക്കെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഈ ഗ്രന്ഥം ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അത്രയും ശക്തിയുണ്ടത് ആ ഗ്രന്ഥത്തിന്. അതിൽ സാധാരണ ദേവി മഹാത്മ്യം വായിക്കുന്ന സമയത്ത് കവചസൂത്രം, അർഗളസൂത്രം, കീലകസൂത്രം, നവാക്ഷരി മന്ത്രം, രാത്രി സൂത്രം ഇതൊക്കെ വായിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മാത്രം പറയുകയാണ്. നിങ്ങളുടെ ഒക്കെ വീടുകളിൽ ഇല്ലെങ്കിൽ ഒന്ന് വീട്ടിൽ വാങ്ങി ചുവന്ന പട്ടിൽ പൊതിഞ്ഞ് പൂജാമുറിയിൽ പടിഞ്ഞിട്ട് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ഇത് ഇഷ്ടാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ലളിതാ സഹസ്രനാമം മറ്റൊന്ന്. അതിൽ ദേവിയുടെ 1000 നാമങ്ങളാണ് ലളിതാ സഹസ്രനാമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് ഇവിടെ എല്ലാവരും പാരായണം ചെയ്യുന്നതാണ്. സഹസ്രനാമത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. മറ്റൊന്ന് ലളിതാ ത്രിശതിയാണ്, മറ്റൊന്ന് സൗന്ദര്യലഹരി, ശ്രീ ശങ്കരാചാര്യർ എഴുതിയിട്ടുള്ള 100 ശ്ലോകങ്ങളുള്ള സൗന്ദര്യലഹരി, മറ്റൊന്ന് ബാലാവിംശൻ. ഈ ഗ്രന്ഥങ്ങളാണ് ശക്തിയെക്കുറിച്ച് പ്രധാനമായിട്ടും പറയുന്നത്. ഇതിൽ ലളിതാ ദേവി മഹാത്മ്യത്തിൽ ആദ്യം പറഞ്ഞാൽ നമ്മൾ നവദുർഗമാരെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മുടെ നവരാത്രി സമയത്ത് ആചരിക്കുന്ന 9 ദുർഗമാരെ പറ്റിയാണ് പ്രധാനമായിട്ടും ദേവി മഹാത്മ്യത്തിൽ ആദ്യം തന്നെ സൂചിപ്പിക്കുന്നത്. പ്രഥമം ശൈലപുത്രി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രകണ്ഠേതി, ഗുഷ്പാണ്ഡേതി, ചതുർത്ഥകം പഞ്ചമം സ്കന്ദമ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 9 ദുർഗമാരെ കുറിച്ച് പറയും. ഇത് കഴിഞ്ഞാൽ അടുത്തത് പറയുന്നത് സപ്തമാതൃക്കളെ കുറിച്ചാണ്. അപ്പോൾ നവദുർഗമാരുടെ രീതിയിൽ ആചരിക്കുന്നുണ്ട്. സപ്തമാതാക്കളുടെ പേരിലാണ്. സപ്തമാതാക്കളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇവിടെയുണ്ടോ സപ്തമാതാക്കൾക്ക് പ്രതിഷ്ഠ? സപ്തമാതാക്കൾക്ക് പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളെ കുറിച്ച് അറിയാവോ നിങ്ങൾ? ഇവിടെയെങ്കിലും സപ്തമാതാക്കൾക്ക് പ്രത്യേകം പ്രതിഷ്ഠയുള്ളതായിട്ട് അറിയാവോ? പറയാം. ക്ഷേത്രത്തില് നിങ്ങൾ മഹാക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ തെക്ക് ഭാഗത്ത് ചെറിയൊരു കല്ലുണ്ടാവും, നീളത്തിലുള്ള. അതിൽ കുട്ടികൾ അപ്പം ചുട്ട് അതുപോലെ ചെറിയ ചെറിയ സാധനങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. ഒരു 7 എണ്ണം, പിന്നെ വേറെ 2 എണ്ണം, ഇങ്ങനെ ഒരു 9 എണ്ണം വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്? ഇതിലാണ് സപ്തമാതൃക്കൾ അടങ്ങിയിട്ട്. അപ്പോൾ ഈ സപ്തമാതൃക്കൾ ആരെന്ന് വെച്ചാൽ ബ്രാഹ്മി, മഹേശ്വരി, കൗമാരി, വൈഷ്ണവി, ഇന്ദ്രാണി, വാരാഹി, ശക്തിയുടെ തന്നെ ശക്തി സ്വരൂപിണിയായിട്ടുള്ള ചാമുണ്ട. അങ്ങനെ 7 പേരാണ് സപ്തമാതൃക്കൾ എന്ന് പറയും. ഈ സപ്തമാതൃക്കൾ ഇവിടെ നമുക്ക് മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉപദേവതകളാണെങ്കിൽ ഇവിടെ അടുത്ത് തന്നെയുള്ള സപ്തമാതൃപുരം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്.
കേട്ടിട്ടുണ്ടോ? സപ്തമാതൃപുരം. അതിൻ്റെ മറ്റൊരു പേര് ചപ്പാരം എന്നാണ്. മണത്തണ ചപ്പാരം എന്ന് കേട്ടിട്ടുണ്ടാവും. തെക്കോട്ട് കൊടുങ്ങല്ലൂർ ഭഗവതിയെ ദർശനമായിട്ടിരിക്കുന്ന സപ്തമാതാക്കൾക്ക് മാത്രമായിട്ട് പ്രതിഷ്ഠയുള്ള സപ്തമാതൃപുരം, മണത്തണ ചപ്പാരം. ഈ 7 മാതാക്കളെയും അവിടെയാണ് പ്രത്യേകമായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. മണത്തണയിലെ ഏഴില്ലക്കാർ എന്ന് പറയുന്ന മണത്തണ നായന്മാരാണ് ഇതിൻ്റെ അവിടെ പൂജാതി കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്. അപ്പോൾ ഈ 7 മാതാക്കളെയും ആചരിക്കുന്ന ഒരു രീതി ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. 9 നവദുർഗമാരെ ആചരിക്കുന്നത്, സപ്തമാതാക്കളെ ആചരിക്കും. ഇത് കൂടാതെ തന്നെ നമുക്ക് മറ്റൊന്നുണ്ട്, ദശമഹാവിദ്യകളുടെ പേരിൽ ആചരണം. ദശമഹാവിദ്യകൾ: കാളി, താര, ഷോഡശി, ഭുവനേശ്വരി, ഭൈരവി, ചിന്നമസ്ത, ധൂമാവതി, ബഗ്ലാമുഖി, മാതങ്കി, കമല. ഈ 10 പേരാണ് ദശമഹാവിദ്യകൾ. ഈ 10 പേരെയും പല രൂപങ്ങളിൽ പലതരങ്ങളിൽ ആചരിക്കുന്നത്. ഇവർക്കൊന്നും പ്രത്യേകമായിട്ട് ക്ഷേത്രങ്ങളില്ല, പക്ഷെ പല രൂപത്തിലായി. ഇതിൽ മൂന്നാമത്തെ കാളി, താര, ഷോഡശിയെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അവരുടെ മറ്റൊരു പേരാണ് ശ്രീവിദ്യ എന്നുള്ളത്. ലളിതാ സഹസ്രനാമം വായിക്കുന്നവർ വായിക്കും ശ്രീവിദ്യാശാന്തം എന്ന് പറയുന്നത്. ശ്രീവിദ്യ എന്ന് ഇവിടെ ഉപയോഗിക്കുന്നു. അവരുടെ മറ്റൊരു പേരാണ് ഷോഡശി. അപ്പോൾ നമ്മൾ ഇവിടെ പല പ്രഭാഷണങ്ങളിലും നമുക്കപ്പോൾ അറിയാം, വേദത്തെക്കുറിച്ച് പ്രഭാഷണങ്ങൾ ചെയ്തിട്ടുണ്ട്, ഉപനിഷത്തുക്കളെ കുറിച്ച് പറയുന്നുണ്ട്. സാധാരണ പറയും ഹൈന്ദവരുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് വേദങ്ങളാണ്. 4 വേദങ്ങൾ, 4 വേദാന്തങ്ങൾ, 6 വേദാംഗങ്ങൾ, 18 മഹാപുരാണങ്ങൾ, 18 ഉപപുരാണങ്ങൾ, 108 ഉപനിഷത്തുക്കൾ, 8 ദർശനങ്ങൾ. ഇതാണ് നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായിട്ട് പറയുന്നത്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെ 4 വേദങ്ങൾ, വേദസംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്തുക്കൾ, ഇങ്ങനെ 4 വേദാന്തങ്ങൾ, ശിക്ഷ, നിരുക്തം, വ്യാകരണം, ചന്ദ്രശാസ്ത്രം, കൽപ്പശാസ്ത്രം, ജ്യോതിഷം എന്നിങ്ങനെ 6 വേദാംഗങ്ങൾ, 18 മഹാപുരാണങ്ങളും, 18 ഉപപുരാണങ്ങളും, 108 ഉപനിഷത്തുക്കളും, 8 ദർശനങ്ങളും, 2 ഇതിഹാസങ്ങളും അടങ്ങിയിട്ടുള്ള നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങളാണെങ്കിൽ, ഇതല്ലാതെ മറ്റൊന്നുകൂടിയാണ്. അതാണ് നമ്മുടെ നാണയത്തിൻ്റെ മറ്റൊരു വശമാണ് തന്ത്രം എന്ന് പറയുന്നത്. തന്ത്രം വേദമാണ് ആദ്യമുണ്ടായതെന്നും തന്ത്രം പിന്നീടാണെന്നും, അല്ല തന്ത്രമാണ് ആദ്യമുണ്ടായത് വേദം പിന്നീടാണെന്നൊക്കെ പല വാദങ്ങളുമുണ്ട്. എന്നിരുന്നാലും അതിരഹസ്യമായി വേദത്തെ പോലെ തന്നെ പ്രാധാന്യമുള്ള, രഹസ്യമായി കൈകാര്യം ചെയ്യുന്ന ഒരു വിദ്യയാണ് തന്ത്രം എന്ന് പറയുന്നത്. 64 തന്ത്രങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. തന്ത്രം എന്ന് പറയുന്നത് ആഗമങ്ങളെന്നാണ്, തന്ത്രാഗമങ്ങളെന്നാണ്. ഇതിൽ പ്രാധാന്യം പരമശിവനും ശ്രീ പാർവതിക്കുമാണ്. പരമേശ്വരൻ കാമേശിക്ക് പറഞ്ഞു കൊടുത്തതായിട്ടാണ് ഇവിടെ പറയുന്ന തന്ത്രങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ വരുന്ന കുറച്ച് സമയം കൊണ്ട് ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സാധാരണ നമ്മുടെ ആചരണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, കൂടി നമ്മൾ ആചരിക്കുന്നത് പറയുമ്പോൾ 6 തരത്തിലുള്ള ആചരണങ്ങളാണ് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ ആചരണം ചെയ്യുന്നത്? ആദ്യത്തെ ഒന്ന് വാമാചാരം, രണ്ടാമത്തത് കൗളാചാരം, മൂന്നാമത്തത് സമയാചാരം, നാലാമത്തത് കൗളവും സമയവും അല്ലെങ്കിൽ കൗളവും കൃഷ്ണവും ചേർന്നിട്ടുള്ള മിശ്രാചാരം, ദിവ്യാചാരം, ദക്ഷിണാചാരം. ഇങ്ങനെ 6 ആചരണങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ദക്ഷിണാചാരം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. നമ്മളിപ്പോൾ ക്ഷേത്രങ്ങളിലുള്ള ആചരണങ്ങൾ ദക്ഷിണാചാരത്തിൻ്റെ ദക്ഷിണാചാരം, അല്ലെങ്കിൽ അത് വലതുപക്ഷമാണ് ദക്ഷിണാചാരം. ശിവന് പ്രാധാന്യം കൊടുത്തിട്ടാണ് ദക്ഷിണാചാര ക്രിയകളൊക്കെ പൊതുവെ നടക്കാറ്. മറ്റൊന്ന്, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആദ്യത്തെ ആചരണം എന്ന് പറയുന്നത് വാമാചാരം, ഇടതുപക്ഷം. അത് ശക്തിക്ക് പ്രാധാന്യം, ചുവപ്പിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളതാണ് വാമാചാരം. ഇപ്പം വാമാചാര കാലഘട്ടം ചിന്തിച്ചു കഴിഞ്ഞാൽ, ആദിമ മനുഷ്യൻ അന്ന് വസ്ത്രങ്ങളൊന്നുമില്ലാതെ വനാന്തരങ്ങളിൽ ജീവിച്ചിരുന്ന കാലത്ത് അവൻ ആദ്യമായിട്ട് അത്ഭുതമായിട്ട് കണ്ടത് ഒരു കുട്ടിയുടെ ജനനമാണ്. ഈ ഒരു കുട്ടി ജനിക്കുന്നതാണ് അവൻ ആദ്യമായിട്ട് അത്ഭുതമായിട്ട് കണ്ടത്. അത് മനുഷ്യരിൽ നിന്നായാലും മൃഗങ്ങളിൽ നിന്നായാലും
കുട്ടി ജനിക്കുന്നത് കണ്ട സമയത്ത് ആ ജനനം നടക്കുന്നത് യോനിയിൽ കൂടിയാണെന്ന് കണ്ട സമയത്ത് യോനിയെയാണ് അത്ഭുതമായി കണ്ടത്. അങ്ങനെ ആദ്യമായിട്ട് അവൻ ആചരണം തുടങ്ങിയത് യോനിയെയാണ് ആചരിക്കാൻ തുടങ്ങിയത്. സ്ത്രീയുടെ ലിംഗമാണ് യോനി എന്ന് പറയും. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ സമയത്ത് അവന് മനസ്സിലായി ഇതിന് ഈ കുട്ടിയുടെ ജനനത്തിന് പിന്നിൽ യോനി മാത്രമല്ല ലിംഗവും കൂടിയുണ്ട്. അങ്ങനെ അവൻ ലിംഗത്തെയും യോനിയെയും ആചരിക്കാൻ തുടങ്ങി. ഇങ്ങനെയാണ് ലിംഗാരാധനയും യോനി ആരാധനയും വരുന്നത്. പിന്നീട് അത് കുറച്ചുകൂടി അവൻ കുലങ്ങളായി താമസിക്കാൻ, ഗോത്രങ്ങളായി താമസിക്കാൻ തുടങ്ങിയ സമയത്ത് ഇതിനെ പ്രതീകാത്മകമായിട്ടുള്ള ആചരണങ്ങളിലേക്ക് കടന്നു. അങ്ങനെ ഉയർന്നു നിൽക്കുന്ന കുന്നുകളെയെല്ലാം ശിവന്റെ പ്രതീകമായിട്ട്, പുരുഷന്റെ പ്രതീകമായിട്ട്, ലിംഗത്തിന്റെ പ്രതീകമായിട്ട് ജനിക്കാൻ തുടങ്ങി. ഉയർന്നു നിൽക്കുന്ന കുന്നുകള്, മരങ്ങള് ഒക്കെ പുരുഷന്റെ ലിംഗത്തിന്റെ പ്രതീകമായിട്ട്, അതിൽ നിന്ന് ഒഴുകി വരുന്ന പുഴകളെയൊക്കെ അല്ലെങ്കിൽ ഒരു മരത്തെ ചുറ്റിപ്പിടിച്ച് നിൽക്കുന്ന വള്ളികളെയൊക്കെ സ്ത്രീയുടെ പ്രതീകമായിട്ട് കണ്ട് പ്രതീകാത്മകമായിട്ടുള്ള ആചരണങ്ങളിലേക്ക് വന്നു. അതാണ് വാമാചാര കാലഘട്ടം. പിന്നീട് അവൻ ഒരു കുലമായിട്ട്, ഗോത്രമായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ മരച്ചുവട്ടിലാണ് ആചരണങ്ങൾ ആരംഭിച്ചത്. ഒരു മരത്തിന്റെ ചുവട്ടിൽ ദീപം കത്തിച്ചു വെച്ചുകൊണ്ട് ആ ചില മരങ്ങൾക്ക് ശിവന്റെ പ്രതീകം കൊടുത്തുകൊണ്ടും ചില മരങ്ങൾക്ക് ശക്തിയുടെ, ദേവിയുടെ സാന്നിധ്യം എന്നുള്ള നിലയിൽ അവിടെ ആചരണങ്ങൾ നടത്തും. ഇതാണ് പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ എല്ലാ ആചരണത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ലിംഗവും യോനിയുമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ സാധാരണ പറയും ഹൈന്ദവർ, പിന്നീട് ജാതി, ഗോത്രങ്ങള്, കുലങ്ങള് ഒക്കെ ആയിട്ട് പറയും. തന്ത്രത്തില്, ആചരണത്തില് രണ്ട് ആചരണങ്ങളേ ഉള്ളൂ, രണ്ട് ജാതികളേ ഉള്ളൂ. ഒന്ന് സ്ത്രീയും പുരുഷനുമാണ്. രണ്ട് ജാതികളേ ഉള്ളൂ. ഒന്ന് സ്ത്രീയും മറ്റൊന്ന് പുരുഷനും. കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ ലിംഗവും യോനിയും മാത്രമേ ഉള്ളൂ. അതിൽ നിന്നും കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ശുക്ലവും രക്തവും മാത്രമേ ഉള്ളൂ. ശുക്ല രക്തവർണ്ണാമ. ഇതാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ പുഷ്പാഞ്ജലി ചെയ്യും. രക്തപുഷ്പാഞ്ജലിയും സാധാരണ പുഷ്പാഞ്ജലി അല്ലേ? ശുക്ല പുഷ്പാഞ്ജലിയാണ്. അപ്പോൾ 5 രൂപ കുറവുള്ളത് കൊണ്ട് സാധാരണ പുഷ്പാഞ്ജലി മതി എന്ന് പറയും. ഇതാണ് ഇതിന്റെ അടിസ്ഥാന സാധനം. അപ്പോൾ തുടക്കം മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഈ ആചരണങ്ങള് വാമാചാരത്തിൽ നിന്ന് കുറച്ചുകൂടി ഉയർന്നിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി സാംസ്കാരികപരമായിട്ട് അവൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയ സമയത്ത്, കുലങ്ങളായി താമസിക്കാൻ തുടങ്ങിയ സമയത്ത് അവനാണ് കുലദേവതയെ, കുലാചാരം, കുലധർമ്മം ഇതൊക്കെ അനുഷ്ഠിക്കാൻ തുടങ്ങിയ സമയത്ത് അവിടെയാണ് കൗളാചാരത്തിന്റെ പ്രസക്തി. അവിടെ ഓരോ ഉപാധികൾ വെച്ചുകൊണ്ട് ആചരണങ്ങളാണ് നടക്കുന്നത്. സാധാരണ കൗളാചാരം എന്ന് പറയുമ്പോൾ സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് കൗളാചാരം എന്ന് പറയുന്നത്. ആൾക്കാർ ചിന്തിക്കും കള്ള്, കോഴി ഇതൊക്കെ ഉപയോഗിച്ച് നടക്കുന്ന കർമ്മമാണ് കൗളാചാരം. വളരെ വലിയ ഒരു ഇതാണ്. കൗളിനി, കുലയോഗിനി എന്നൊക്കെ വാക്കുണ്ട്. എന്താണ് കൗളം എന്ന് പറഞ്ഞാൽ? കൃത്യമായിട്ട് പറഞ്ഞാൽ കൗളം എന്ന് പറയുന്നത് ശക്തിയുമായി ബന്ധപ്പെട്ടത്. കുലവും അകുലവുമാണ്. അകുലം എന്ന് പറഞ്ഞാൽ ശിവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ശിവൻ ഇരിക്കുന്നത് നമ്മുടെ സഹസ്രാരപത്മത്തിലാണ്, 7ാമത്തെ പടിയിൽ. ഇതാണ് പെണ്ണൽ പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ കാണാം ശംഭോ ശിവശംഭോ എന്ന് പറയും. ഒരു സിനിമയില് മോഹൻലാൽ പറയുന്നുണ്ട്, അമ്മ ആരെ കാട്ടിത്തരുന്നോ അവനാണ് അച്ഛൻ എന്ന് പറയും. അമ്മയെ ആരെ ചൂണ്ടിക്കാട്ടി ഇത് നിന്റെ അച്ഛനാണെന്ന് പറയുന്നു, അതാണ് അച്ഛൻ എന്ന് പറയും. അപ്പോൾ അമ്മയാണ് അച്ഛനെ കാട്ടിത്തരുന്നത്. അമ്മ ശക്തിയിരിക്കുന്നത് നമ്മുടെ നട്ടെല്ലിന്റെ ഏറ്റവും അടിയിൽ മൂലാധാരത്തില് മുതരച്ചിട്ടായി തല അകത്ത് വെച്ചിരിക്കുന്ന പാമ്പിന്റെ രൂപത്തിലിരിക്കുന്ന കുണ്ടലിനി ശക്തി. ആ കുണ്ടലിനി ശക്തിയാണ് 6 പടികളും കടന്ന് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഗതം, വിശുദ്ധി, ആജ്ഞ എന്നിങ്ങനെ 6 ചക്രങ്ങളും കടത്തി 6ാമത്തെ പടിയും കടന്ന് 7ാമത്തെ പടിയിൽ സഹസ്രാര പത്മത്തിലിരിക്കുന്ന ശിവനിലേക്ക് എത്തിക്കുന്നത്. ആ ശിവനിലേക്ക് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തെ എത്തിക്കുന്ന ആ
പ്രക്രിയയാണ് തന്ത്രം എന്ന് പറയും. ശരീരം കൊണ്ട് ചെയ്യുന്നതിനെയാണ് തന്ത്രം എന്ന് പറയും. മനസ്സുകൊണ്ട് ചെയ്യുന്നതിനെ മന്ത്രം എന്ന് പറയും. ഇപ്പോൾ മഹാതന്ത്ര, മഹാമന്ത്ര, മഹായന്ത്ര ഒരു വാക്കുണ്ട്. ലളിതാ സഹസ്രനാമത്തിൽ നമ്മളൊക്കെ ചൊല്ലാറുണ്ട് മഹാതന്ത്ര. ഈ മഹാതന്ത്രം എന്ന് പറയുന്നത് ദേവിയുടെ ഈ തന്ത്രത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ദേവി മഹാതന്ത്രയും ദേവി തന്നെയാണ്. മഹാമന്ത്രം, ദേവിക്ക് മഹാമന്ത്രമുണ്ട്. ആ മഹാമന്ത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദശമഹാവിദ്യകളിലെ ഷോഡശി എന്ന് പറയണം. രഹസ്യമാണ്. രഹസ്യം എന്ന് പറഞ്ഞാൽ പറയാൻ പാടില്ലാത്തത് എന്നല്ല, പറഞ്ഞാലും മനസ്സിലാകാത്തതാണ്. പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ വിഷമാണ്. അപ്പോൾ നിങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി ശ്രദ്ധ വെച്ചാലേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെക്കൊണ്ട് കാര്യമുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞ മഹാതന്ത്രവും മഹായന്ത്രവും, മഹായന്ത്രം എന്ന് പറയുന്നത്, മഹായന്ത്രത്തിന്റെ മറ്റൊരു പേര് ശ്രീചക്രം എന്നുള്ളത്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? ശ്രീചക്രം എന്ന് പറഞ്ഞ് കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മളൊക്കെ വീട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ടാവും. നമ്മൾ ചോറ്റാനിക്കരയും കടാമ്പുഴയും മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ചിലപ്പോൾ ചില ഷോപ്പിലൊക്കെ ഉണ്ട്. ഇപ്പം പൂജാ സ്റ്റോറിലൊക്കെ ശ്രീചക്രം വിൽക്കാനുണ്ട്. ചില ജ്വല്ലറിയിലൊക്കെ ശ്രീചക്രം എന്ന് പറഞ്ഞിട്ട് അതും വിൽക്കാനുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ അത്ര ചെറിയൊരു ക്രിയയല്ല അത്. ഈ ദിക്പാലകന്മാർക്കൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ക്രിയ. ഈ അഷ്ടദിക്പാലകന്മാരും അഷ്ടലക്ഷ്മിമാരും അഷ്ടഭൈരവന്മാരൊന്നും നമ്മൾ ചിന്തിക്കുന്നത് പോലെ അത്ര നിസ്സാരക്കാരല്ല. ഇപ്പോൾ നമ്മൾ തിരിച്ചു വരാം. ശ്രീവിദ്യാ സമ്പ്രദായം, അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മഹായന്ത്രമാണ് ശ്രീചക്രം എന്ന് പറയുന്നത്. ശ്രീചക്രം നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിൽ ചില ആൾക്കാർ വാങ്ങി വെച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്നോ അറിയില്ല. അപ്പോൾ എന്താണ് ശ്രീചക്രം, അല്ലെങ്കിൽ എന്താണ് ഈ മഹായന്ത്രം എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. യഥാർത്ഥത്തിൽ ഈ പരാശക്തിയുടെ, ആദിപരാശക്തിയുടെ സ്വശരീരം തന്നെയാണ് ശ്രീചക്രം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ മഹാരാജ്ഞിയുടെ രാജധാനിയും കൊട്ടാരവും അവരുടെ സൈന്യങ്ങളും എല്ലാം അടങ്ങുന്ന ഒന്നാണ് ഈ ശ്രീചക്രം എന്ന് പറയുന്നത്. ശ്രീചക്രത്തിൽ വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ശക്തിയുടെ പ്രതീകമായിട്ടുള്ള 7 ത്രികോണങ്ങൾ, ജാമിതീയ രൂപങ്ങളാണ്. ശക്തിയുടെ പ്രതീകമായിട്ടുള്ള 7 ത്രികോണങ്ങൾ, താഴോട്ടേക്കുള്ള അധോമുഖമായിട്ടുള്ള 7 ത്രികോണങ്ങളും, ശിവന്റെ പുരുഷന്റെ പ്രതീകമായിട്ടുള്ള മുകളിലോട്ട് ഉയർന്നു നിൽക്കുന്ന 4 ത്രികോണങ്ങൾ. ഈ 5ഉം 4ഉം 9 ത്രികോണങ്ങൾ പരസ്പരം കൂടിച്ചേരുന്ന സമയത്ത് ഉണ്ടാവുന്ന 43 ത്രികോണങ്ങളാണ് ശ്രീചക്രത്തിലെ
പ്രധാനപ്പെട്ട ശ്രീചക്രത്തിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾ എന്ന് പറയുന്നത് ഈ 43 ത്രികോണങ്ങൾ. ഇത് ഒരു കേന്ദ്രബിന്ദുവിനെ ആധാരമാക്കിക്കൊണ്ട് ഇതിന് പുറത്തു വരുന്ന 43 ത്രികോണങ്ങൾ. ആദ്യം ബിന്ദു, പിന്നെ ത്രികോണം, അതിന് പുറത്തു വരുന്ന അഷ്ടകോണം, 8 ത്രികോണങ്ങൾ, അതിനുള്ളിലുള്ള 10 ത്രികോണങ്ങൾ, അതിന് പുറത്തു വരുന്ന 10 ത്രികോണങ്ങൾ, അതിന് പുറത്തു വരുന്ന 14 ത്രികോണങ്ങൾ, ഇങ്ങനെ ചേർന്നിട്ടുള്ള 43 ത്രികോണങ്ങൾ, അതിന് പുറത്തു വരുന്ന താമരയിതളുകൾ പോലെയുള്ള 8 ദളങ്ങൾ, അഷ്ടദളം എന്ന് പറയും. ഇതിന്റെ പുറത്ത് വരുന്ന 16 ദളങ്ങൾ ഷോഡശദളം എന്ന് പറയും. ഇതിന്റെ പുറത്ത് 3 വൃത്തങ്ങൾ, വൃത്തത്രയം, അതിന് പുറത്ത് 4 വശത്തേക്കും തുറക്കുന്ന ഗോപുരം. ഇതാണ് സാധാരണ ശ്രീചക്രം എന്ന് പറയുന്നത്. ഈ ചക്രത്തിന് പുറത്ത് മറ്റൊരു യന്ത്രവും ഇന്നേ വരെ ഉണ്ടാക്കിയിട്ടില്ല. ഇതാണ് മഹായന്ത്രം എന്ന് പറയുന്നത്. ഇതിലാണ് ദേവതമാര് ഇരിക്കുന്നത്. അപ്പോ ഈ ചക്ര ആരാധന ചെയ്യേണ്ടത് സാധാരണ ശ്രീവിദ്യാ സമ്പ്രദായം, ദശമഹാവിദ്യകളിൽപ്പെട്ട ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ ദീക്ഷിതരായിട്ടുള്ള, പൂർണ്ണ ദീക്ഷിതരായിട്ടുള്ള 16 അക്ഷരമുള്ള ദേവിയുടെ മന്ത്രം ലഭിച്ചവർക്ക് മാത്രമേ ഇതില് പൂജയും അർച്ചനയും ചെയ്യാനുള്ള അധികാരമുള്ളൂ. ഇങ്ങനെയാണ് ശ്രീചക്ര പൂജയുടെ വിധാനം എന്ന് പറയുന്നത്. ഈ സമ്പ്രദായത്തിൽ, ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ, കൗളാചാര പ്രകാരമുള്ള ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ പൂജയും അർച്ചനയും ചെയ്യണമെങ്കിൽ ഇതിൽ ഷോഡശി മന്ത്രം ലഭിച്ചവർക്ക്, ഷോഡശാക്ഷരി ശ്രീവിദ്യാ മന്ത്രം ലഭിച്ചവർക്ക് മാത്രമേ അതിന് അർഹതയുള്ളൂ എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്താണ് പഞ്ചദശാക്ഷരി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണ് പഞ്ചദശാക്ഷരി, എന്താണ് ഷോഡശാക്ഷരി എന്നൊക്കെ ചിന്തിക്കാമോ? 16 എന്ന സംഖ്യക്ക് തന്ത്രത്തിൽ വലിയ ഇതുണ്ട്. 16 എന്നുള്ള സംഖ്യക്ക്. അപ്പോൾ 16നെ കുറച്ചുകൂടി എടുത്താൽ, അതിൻ്റെ പകുതി എടുത്താൽ 8 എന്നുള്ള സംഖ്യക്ക് പ്രാധാന്യമുണ്ട്. അതിൻ്റെയും പകുതി എടുത്തു കഴിഞ്ഞാൽ 4 എന്ന സംഖ്യക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഈ മാനവലോകത്തിന് പറഞ്ഞു കൊടുത്തതാണ് സുബ്രഹ്മണ്യ സ്വാമി. അച്ഛൻ അമ്മയോട് പറഞ്ഞു കൊടുത്തത് മുഴുവൻ മടിയിലിരുന്ന് കേട്ടുകൊണ്ട് പിന്നീട് ഋഷിമാർക്കും പിന്നീട് മാനവലോകത്തിനും പറഞ്ഞു കൊടുത്ത മഹാചാര്യനാണ് സുബ്രഹ്മണ്യ സ്വാമി. സുബ്രഹ്മണ്യ സ്വാമിയിലൂടെയാണ് ഈ തന്ത്രങ്ങൾ, 64 തന്ത്രങ്ങളും മറ്റ് ജ്യോതിഷവും സിദ്ധ്യവിദ്യയും ഒക്കെ ഇന്ന് മാനവരാശിക്ക് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള മഹാഗുരുവാണ് സുബ്രഹ്മണ്യ സ്വാമി. അതാണ് നമ്മളിങ്ങനെ ചുറ്റിപ്പറ്റി കളിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ എന്താണോ നിങ്ങളോട് പറയേണ്ടത് അത് തന്നെയാണ്. അപ്പോൾ ഈ രഹസ്യം നിങ്ങളുടെ നാട്ടിൽ പണ്ട് മുതലേ പറയാൻ അധികാരപ്പെട്ട ആളിവിടെയുണ്ട്. അതിൻ്റെ പ്രാധാന്യം നിങ്ങൾ അത്രയും കണ്ട് മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. ഈ ആദ്യം തന്നെ ശ്രീവിദ്യാ സമ്പ്രദായത്തിലേക്ക് കടക്കുന്നതിന് മുൻപേ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയെ കുറിച്ച് പറയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, താഴോട്ടേക്ക് തുറക്കുന്ന
താഴോട്ടേക്ക് ഉള്ള ഒരു ത്രികോണം, അത് ശക്തിയുടെ ത്രികോണവും മുകളിലേക്കുള്ള ഒരു ത്രികോണം ശിവന്റെ ത്രികോണവും. ഈ ത്രികോണം തമ്മിൽ യോജിപ്പിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന 6 ത്രികോണങ്ങളുണ്ട് നടുക്കുള്ള അതാണ് അഷ്ടകോണം എന്ന് പറയും. അത് സുബ്രഹ്മണ്യ സ്വാമി, അതായത് ശക്തിയും ശിവനും ചേർന്ന് കഴിഞ്ഞാൽ സുബ്രഹ്മണ്യ സ്വാമി. ഈ ലോകത്തിൻ്റെ സുബ്രഹ്മണ്യ സ്വാമി അല്ലാതെ മറ്റൊരു രഹസ്യവും ഇല്ലാതെ, പ്രത്യേകിച്ച് ഈ ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം പറയുന്ന ദൈവജ്ഞർ ഉപാസനാമൂർത്തിയായി കണ്ടുവരുന്ന, ദൈവകാര്യം പറയുന്ന ദൈവജ്ഞർ ഉപാസനാമൂർത്തിയായി രാശിചക്രത്തിൽ വെക്കുന്നത് സുബ്രഹ്മണ്യ സ്വാമിയാണ്. ജ്യോതിഷത്തിൻ്റെയും സിദ്ധവൈദ്യത്തിൻ്റെയും നാഥനാണ് സുബ്രഹ്മണ്യ സ്വാമി. സുബ്രഹ്മണ്യ സ്വാമിയെ ഉപാസിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നും വേണ്ട എന്നാ പറയും. ഉപാസനക്ക് ഏറ്റവും വിഷമമുള്ളതും ഭക്തി കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റുന്നതുമായിട്ടുള്ള ദേവനാണ്. ഉപാസിച്ച് കീഴ്പ്പെടുത്താൻ വിഷമാണ്, പക്ഷേങ്കിൽ ഭക്തി കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റുന്ന ദേവനാണ് സുബ്രഹ്മണ്യ സ്വാമി. സുബ്രഹ്മണ്യ സ്വാമി, ഞാനും സുബ്രഹ്മണ്യ സ്വാമിയും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. ഇന്നിവിടെ നിൽക്കുമ്പോൾ താണിലിങ്ങനെ ചുറ്റിക്കളിക്കുന്നു. എൻ്റെ അമ്മൂമ്മ 16 വർഷം സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം ചെയ്യാമെന്ന്, എനിക്ക് 16 വയസ്സാകുന്നത് വരെ സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം ചെയ്യുമെന്നും 16 വയസ്സ് കഴിഞ്ഞാൽ മലകയറ്റുമെന്നും നേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മമ്മ വലിയൊരു സുബ്രഹ്മണ്യ സ്വാമി ഭക്തിയായിരുന്നു. പണ്ട് കാലത്ത് കൃത്യമായിട്ട് വീട്ടിൽ ആണ്ടിപൂജ നടക്കാറുണ്ടായിരുന്നു. പ്രദേശത്ത് ഇപ്പോൾ ഉണ്ടോ ആണ്ടിപൂജ? ഇല്ലാതെ. അപ്പോൾ അതൊക്കെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഇതിൻ്റെ ഭാരവാഹികൾ ശ്രദ്ധിക്കേണ്ടതാണ്. വീടുകളിൽ ആണ്ടിപൂജ വലിയൊരു ആചരണമാണത്. അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അത് ഞാൻ കുലാചാരത്വം ധർമ്മങ്ങൾ പറയുന്ന സമയത്ത് പറയാമെന്ന് വെച്ചു. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഓക്കെ, നമ്മൾ ശ്രീവിദ്യാ സമ്പ്രദായത്തിലേക്ക് തിരിച്ചു വരാം. ദേവിയുടെ ശക്തിയുടെ ആരാധനയുടെ ഈ 10 ദശമഹാവിദ്യകളിലെ ഷോഡശാക്ഷരിയാണ് ശ്രീവിദ്യ എന്ന് പറയുന്നത്. 16 അക്ഷരമുള്ള മന്ത്രമാണത്. അതിന് 15 അക്ഷരമുള്ള മന്ത്രമാകുമ്പോൾ അതിന് പഞ്ചദശി എന്ന് പറയും. പണ്ടുകാലത്ത് പഞ്ചദശി മന്ത്രമുള്ളവർക്ക് മാത്രമേ ഈ ലളിതാ സഹസ്രനാമം വായിക്കാൻ പാടുള്ളൂ എന്നാണ് പറയും. ഇന്നത് വളരെ പ്രചാരത്തിൽ എത്തിക്കഴിഞ്ഞു. പണ്ട് പറയുക അതുകൊണ്ട് നാളെ മുതൽ വായിക്കാണ്ട് നിൽക്കരുത്. പണ്ട് കാലത്ത് പറയുക പഞ്ചദശി മന്ത്രമുള്ളവർക്ക് മാത്രമേ ഈ ലളിതാ സഹസ്രനാമം വായിക്കാവുന്നത്. കാരണം അത് ഒരു നാമമന്ത്രമാണ്. നാമമന്ത്രമുണ്ട്, ബീജമന്ത്രമുണ്ട്. ബീജാക്ഷരങ്ങൾ കൊണ്ട് ഓരോ അക്ഷരങ്ങൾ ചേർത്തുകൊണ്ട് ഉള്ള മന്ത്രങ്ങളാണ് ബീജാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. അതൊരു ഗുരുവിൽ നിന്ന് ലഭിക്കുന്നതാണ്. അങ്ങനെ ബീജാക്ഷരങ്ങൾ 16 അക്ഷരങ്ങളാണ്. ആ അക്ഷരങ്ങളാണ് ഷോഡശാക്ഷരി എന്ന് പറയുന്നത്. അത് 15 അക്ഷരമാവുമ്പോൾ പഞ്ചദശി എന്ന് പറയും. പഞ്ചദശി മന്ത്രമുള്ളവർക്ക് മാത്രമേ പണ്ട് കാലത്ത് ഇത് ഇരിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ഫലം ലഭിക്കണമെങ്കിൽ പഞ്ചദശി മന്ത്രം വേണമെന്ന് പറയും. അതിനർത്ഥം നിങ്ങൾ ആ തലത്തിലേക്ക് എത്തണം, അതിനുവേണ്ടി ശ്രമിക്കണം. അതിന് ഗുരുപരമ്പരയുടെ അനുഗ്രഹമുണ്ടാവണം, പൂർവജന്മ പുണ്യമുണ്ടാവണം, നിങ്ങളുടെ പൂർവികരുടെ അനുഗ്രഹവും പുണ്യവും ഉണ്ടാവണം. ഒന്ന് പൂർവജന്മത്തിൽ, നമ്മുടെ 7 ജന്മത്തിലുള്ള പാപങ്ങൾ തീർന്നവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് കേൾക്കാൻ പോലും പറ്റുമെന്നാണ്. അങ്ങനെ എന്തോ പുണ്യം ചെയ്തത് കൊണ്ടാണ് നിങ്ങളൊക്കെ ഇന്നിവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിയില്ല. സത്യം, ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഇത്രയും കാലം നിങ്ങളോട് ആരും ഇത് പറഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങളിത് ഇന്ന് സുബ്രഹ്മണ്യ സ്വാമിയുടെ സന്നിധിയിൽ വെച്ച് സ്വാമി പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നിങ്ങളിത് അറിയുന്നത്. സ്വാമിയുടെ അനുഗ്രഹം ലഭിച്ചത് മാത്രം. ഇപ്പോൾ പൂർവ്വജന്മ പുണ്യമുണ്ടെങ്കിൽ, പൂർവികരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഈ രഹസ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഒരു മന്ത്രം ചൊല്ലുന്ന സമയത്ത്, മന്ത്രത്തിലേക്ക് വരുമ്പോൾ, മന്ത്രം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ജപിക്കേണ്ടെന്നല്ല. എല്ലാവരും പറയും ഞാനും മന്ത്രം ജപിക്കുന്നുണ്ട്. മന്ത്രം ജപിക്കുന്നതിന് ഓരോ മന്ത്രത്തിനും ഒരു ഋഷിയുണ്ട്. അതായത് ആ മന്ത്രത്തെ, ആ ദേവതയെ ദർശിച്ചവർ, ആ മന്ത്രം ഉണ്ടാക്കിയവരാണ് അതിൻ്റെ ഋഷി, അതിൻ്റെ കർത്താവ് എന്ന് പറയുന്നത്. അപ്പോൾ മന്ത്രം ചൊല്ലുമ്പോൾ ആദ്യം ഋഷിയെ തലയിൽ ഇവിടെ സഹസ്രാരത്തിൽ നമ്മുടെ ഗുരുവിനെ ആയിട്ട് സങ്കല്പിക്കും. അതാണ് ഋഷിയെ. ഓരോ ചൊല്ലുന്ന സമയത്ത്, ലളിതാ സഹസ്രനാമം ചൊല്ലുന്ന സമയത്ത് അതിൻ്റെ ഋഷി എന്ന് പറയുന്നത്
വശിന്യാദി വാഗ്ദേവതമാരാണ്. വശിന്യാദി വാഗ്ദേവത ഋഷിയ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഋഷിയെ അതിന് താഴെ ഋഷി ഛന്ദസ്. ഓരോ ഇത് ചൊല്ലുന്നതിനും അതിനൊരു നിയമമുണ്ട്. ഇതേ രീതിയിലാണ് അതിൻ്റെ വോയിസ് മോഡുലേഷൻ എന്ന് പറയും. നമ്മൾ മലയാളത്തിൽ വൃത്തം, അലങ്കാരം എന്നൊക്കെ പറയും. ഇതുപോലെ അതിനൊരു ഛന്ദസ് ഉണ്ട്. അനുഷ്ഠുപ് ഛന്ദസ്സിലാണ് ഇതുകൊണ്ട് ആ രീതിയിൽ തന്നെ നമ്മുടെ ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി എന്ന് പറയുന്ന ചൊല്ലുന്ന ഇത് അനുഷ്ഠുപ് ഛന്ദസ്സിലാണ്. ഓരോ മന്ത്രത്തിനും ഓരോ ഛന്ദസ്സുണ്ട്. അതിൻ്റെ ദേവതയെ ഹൃദയത്തിൽ തൊടാം. അതാണ് ഋഷി ഛന്ദസ് ദേവതാന്യാസങ്ങൾ ചെയ്യുക എന്ന് പറയും. അതുകൂടാതെ തന്നെ അതിന് ബീജം ശക്തികീലകം എന്ന് പറയുന്നത് പാദം ഗുഹ്യസ്ഥാനത്ത് പാദത്തിൽ നാഭിയിലൊക്കെ ഇടാൻ. അതിനുശേഷം അതിനു മുൻപേ തന്നെ മന്ത്രത്തിലേക്ക് വരുന്നതിന് മുമ്പേ ഒരു മന്ത്രം ചൊല്ലുന്ന സമയത്ത് ആ ദേവതയോട് നമ്മൾ ആരാണ് ചൊല്ലാൻ വേണ്ടി പോകുന്നത് എന്നുള്ള രീതിയിൽ ആ ദേവതയെ നമ്മളുടെ പേര് പറഞ്ഞുകൊണ്ട് ദീക്ഷാ സമ്പ്രദായത്തിലാണെങ്കിൽ ദീക്ഷാനാമം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ ദേവതയെ അഭിവാദ്യം ചെയ്തു. അതിനുശേഷം ഇരുന്നതിന് ശേഷം ഗുരുവിനെയും ഇടത് ഭാഗത്ത് ഗുരുവിനെയും വലത് ഭാഗത്ത് ഗണപതിയെയും ദുർഗയെയും സരസ്വതിയെയും ക്ഷേത്രപാലകനെയും ഒക്കെ നമിച്ചതിന് ശേഷമാണ് ഭൂതോച്ചാടനം. അതിന് ദിഗ്ബന്ധനം ചെയ്യും. 10 ദിക്കുകൾ, ദശദിക്കുകളും ബന്ധിക്കും. 4 ദിക്കുകൾ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കുമുള്ള 4 ദിക്കുകൾ. അതുപോലെ തെക്ക് കിഴക്കായിട്ടുള്ള അഗ്നികോണം, തെക്ക് പടിഞ്ഞാറുള്ള നിര്യാതികോണം, തെക്ക് വടക്ക് പടിഞ്ഞാറുള്ള വായുകോണം, വടക്ക് കിഴക്കായിട്ടുള്ള ഈശാനകോണം. ഇതൊക്കെ ബന്ധിച്ചതിന് ശേഷം മുകളിലും താഴെ അങ്ങനെ 10 ദിക്കുകൾ ബന്ധിച്ചതിന് ശേഷം ഭൂതോച്ചാടനം ചെയ്യും. അപസർപ്പന്തുതേ ഭൂത എന്ന് പറയുന്ന ഭൂതോച്ചാടനങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഈ പൂജാവിധികൾ ഗുരുവിനെയൊക്കെ സ്മരിച്ച് അതിനുശേഷം ഗണപതിയെ സ്മരണ ചെയ്ത് പ്രാണായാമം ചെയ്യും. നമ്മുടെ ശക്തിയെക്കുറിച്ച് ആ ബീജാക്ഷരങ്ങൾ കൊണ്ട് പ്രാണായാമം ചെയ്ത് അതിനുശേഷമാണ് മന്ത്രത്തിലേക്ക് വരുന്നത്. മന്ത്രം ചൊല്ലുന്ന സമയത്ത് ഗുരുവിനെയും നേരത്തെ സൂചിപ്പിച്ച പോലെ അതിൻ്റെ ഋഷി ആരാണ് അവരെ ഋഷിയെ സ്മരിക്കും, ഛന്ദസ് സ്മരിക്കും, ഈ ന്യാസങ്ങൾ ചെയ്തു. ഇതിനുശേഷം ഈ ന്യാസങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് കരന്യാസം, അംഗന്യാസം എന്ന് പറയും. കരൻ കൊണ്ട് ന്യാസം ചെയ്യുക. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും കരന്യാസം എന്ന് പറയുന്ന ആൾക്കാർ. ഇപ്പോൾ പൂജാ സമയത്ത് ഇവിടെ പൂജ ചെയ്യുന്ന ആൾക്കാരൊക്കെ കൈകൊണ്ട് ഇങ്ങനെ ഓരോ സംഭവം കാണിക്കുന്നു. ഈ 5 കൈകളിൽ 5 വിരലുകളും പഞ്ചഭൂതങ്ങളുടെ പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത്. പഞ്ചഭൂതങ്ങൾ നിങ്ങൾക്കറിയാം. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. പഞ്ചഭൂതങ്ങൾ പൃഥ്വി, അപ്പ്, അഗ്നി, വായു, ആകാശം. ഇതാണ് പഞ്ചഭൂതങ്ങൾ. ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ഈ പ്രകൃതി ഉണ്ടാക്കിയത്. പ്രകൃതി തന്നെയാണ് ശക്തി. ഈ ശക്തിയാണ് നമ്മൾ ആരാധിക്കുന്നത് എന്നുള്ള പ്രതീകത്തിൽ ഈ 5 വിരലുകളിലും ഓരോന്നിൻ്റെയും പ്രതീകമായിട്ട് നമ്മുടെ ദേവിയെ അല്ലെങ്കിൽ ഏതോ ദേവതയാണോ ആ ദേവതയെ സ്മരിക്കുന്നതിന് ആ ദേവതയുടെ നമ്മൾ ടാറ്റു അടിക്കുന്നത് അതുപോലെയാണ്. ഓരോ ക്രിയകളും ചെയ്യാൻ അധികാരപ്പെട്ടവരുണ്ട്. അതത് കൃത്യമായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ വിളക്ക് പിടിക്കാൻ അധികാരപ്പെട്ടവർ, കൊട്ടാൻ അധികാരപ്പെട്ടവർ, ബലി തൂകാൻ അധികാരപ്പെട്ടത്, അവർ വൃത്തിയാക്കാൻ അധികാരപ്പെട്ടത്, ശുദ്ധി ചെയ്യാനുള്ളത്, ഇതൊക്കെ ഓരോ ക്രിയകളാണ്.
നമ്മുടെ ഈ പ്രഭാഷണമൊക്കെ രണ്ടാമത്തതാണ്. ഇതിൻ്റെ ക്രിയകളൊക്കെ വളരെ ഭംഗിയായിട്ട് അതിനുള്ള നമ്മൾ ഒരുക്കി കൊടുക്കും. അപ്പോൾ കരണ്യം കൊണ്ട് ന്യാസം ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് അംഗം കൊണ്ട് ന്യാസം, അംഗന്യാസം എന്ന് പറയും. ഇതൊക്കെ താന്ത്രികകളാണ്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ രഹസ്യമാണ്, ഗുരുവിൽ നിന്ന് അറിയേണ്ടതാണ്. പക്ഷെ എന്തായാലും നമുക്കതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഞാൻ ശക്തി ആരാധന എന്നുള്ള ദിവരഹസ്യമായിട്ടുള്ള വിദ്യയെക്കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും നമ്മൾ അറിയണം. ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഈ പൂജ ചെയ്യാൻ വരുന്ന ആൾക്ക് അവിടെ ഇരുന്ന് കൈകൊണ്ട് കാലുകൊണ്ട് എന്തൊക്കെയോ ഗോഷ്ഠി കാണിക്കുന്നു, എന്നെ കൊണ്ടെന്ന കാര്യമില്ല. അപ്പോൾ ഇതൊന്നും വെറുതെ ഇങ്ങനെ കയ്യും കാലൊന്നും എടുത്ത് പൊന്തിച്ച് മടക്കുന്നൊന്നുമല്ല. ഇതിലൊക്കെ കാര്യങ്ങളുണ്ട്. ഇത് മുദ്രകളാണ്. തന്ത്രത്തിൽ മുദ്രകൾക്കാണ് പ്രാധാന്യം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് വണ്ടി ഓടിച്ച് ബാംഗ്ലൂരേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ കൂട്ടുപുഴ ജംഗ്ഷൻ കഴിഞ്ഞ് കർണാടകത്തിലേക്ക് പ്രവേശിച്ച് നമുക്ക് കന്നഡ അറിയില്ല, മറ്റ് ഭാഷകളൊന്നും അറിയില്ല, നമുക്ക് മലയാളം മാത്രം അറിയുന്നവരാണ്. പക്ഷെ അവിടെ ഒരു പോലീസുകാരൻ അവിടെ നിൽക്കുന്ന പോലീസുകാരൻ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി നിർത്തും. അല്ലെങ്കിൽ വലത്തോട്ടേക്ക് പോകണമെന്ന് കാണിച്ചു കഴിഞ്ഞാൽ വലത്തോട്ടേക്ക് പോകും, ഇടത്തോട്ടേക്ക് പോകണമെന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇടത്തോട്ടേക്ക് പോകും. നമുക്ക് കന്നഡ അറിയില്ല. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ തമിഴ്നാട്ടിലാവുകയാണെങ്കിലും അവിടെ ഇതുപോലെ തന്നെ അവസ്ഥ. നമുക്ക് ഭാഷ വാക്കുകൾ കൊണ്ടല്ലെങ്കിൽ നമുക്കത് മുദ്രകളിലൂടെ കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ദേവതമാർ. നമുക്ക് ദേവിമാർക്ക് അല്ലെങ്കിൽ ദേവന്മാർക്ക് സംസ്കൃതമേ അറിയുള്ളൂ, അല്ലെ മലയാളിയെ അറിയുള്ളൂ എന്നൊന്നുമില്ല. അവർക്ക് മുദ്രകൾ മനസ്സിലാവും. അതാണ് മുദ്രകൾക്കാണ്. അതുകൊണ്ടാണ് തന്ത്രത്തിൽ മുദ്രകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ആ ഭാഷ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ മുദ്രകൾ. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഋഷി ഛന്ദസ് ദേവതാ ന്യാസങ്ങൾ ചെയ്തു, ബീജം ശക്തികീലകം അത് ചെയ്തതിന് ശേഷം കരന്യാസവും അംഗന്യാസവും ചെയ്തതിന് ശേഷമാണ് ഒരു ദേവതയെ സ്മരിക്കണമെങ്കിൽ അതിൻ്റെ ദേവതയുടെ ധ്യാന ശ്ലോകമുണ്ട്. ഓരോ ദേവതക്കും ഓരോ മന്ത്രത്തിനും ഒരു ധ്യാന ശ്ലോകമുണ്ട്. ആ ധ്യാന ശ്ലോകം എന്ന് പറയുന്നത് ആ ദേവതയെ ആ ഋഷി എങ്ങനെയാണ് കണ്ടത്, അവരുടെ രൂപം എങ്ങനെയാണ് കണ്ടത്. നമ്മളിപ്പോൾ നിങ്ങൾക്കെല്ലാം സുപരിചിതമായതുകൊണ്ട് ലളിതാ സഹസ്രനാമം തന്നെ പറയാം. ലളിതാ സഹസ്രനാമത്തിൽ അതിൻ്റെ ധ്യാന ശ്ലോകം എന്ന് പറയുന്നത് ലളിതാ സഹസ്രനാമം രചിച്ചത് അതിന് ആ ദേവതയെ ദർശിച്ചത് വശിന്യാദി വാഗ്ദേവതമാരാണ് ആ ദേവതയെ ദർശിച്ചിട്ടുള്ളത്. അപ്പോൾ അവരോട് ലളിതാ സഹസ്രനാമത്തിൻ്റെ കഥയൊക്കെ അറിയാലോ. ലളിതാ പരമേശ്വരിയായ ദേവി ഒരിക്കൽ വശിന്യാദി വാഗ്ദേവതമാരോട് പറഞ്ഞതാണ്, എന്നെ പ്രകീർത്തിച്ചുകൊണ്ട് മുഴുവൻ ദേവന്മാരും ഇരിക്കുന്ന സദസ്സിൽ വെച്ച് നിങ്ങൾ ഇത് ചൊല്ലണം, ഇതുകൊണ്ട് എന്നെ കുറിച്ചിട്ടുള്ള 1000 നാമങ്ങൾ നിങ്ങൾ എഴുതണമെന്ന് പറഞ്ഞു. നമ്മൾ സാധാരണ ഇപ്പോൾ ഇവിടെ സ്വാഗത ഭാഷകനും ഇവരൊക്കെ നമ്മളെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ നമ്മൾ പ്രധാനപ്പെട്ട വ്യക്തികൾ വരുന്ന സമയത്ത് അവരെക്കുറിച്ച് പറയും. അപ്പോൾ ഈ നമ്മുടെ ലളിതാ പരമേശ്വരിയായ ദേവിക്കും തോന്നി എല്ലാ ദേവന്മാരുടെ ഇടയിൽ എന്നെ പ്രകീർത്തിച്ചുകൊണ്ട് എൻ്റെ രൂപത്തെയും ഭാവത്തെയും എൻ്റെ യുദ്ധവർണ്ണനയും എൻ്റെ അംഗങ്ങളെക്കുറിച്ചും ഒക്കെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു ഇത് എഴുതണം, അതെല്ലാവരുടെയും മുന്നിൽ ചൊല്ലിക്കേൾപ്പിക്കണം എന്നൊക്കെ വശിന്യാദി വാഗ്ദേവതമാരോട് ലളിതാ പരമേശ്വരി പറഞ്ഞതാണ്. അങ്ങനെയാണ് ഈ ലളിതാ സഹസ്രനാമം ഉണ്ടാകുന്നത്. വശിന്യാദി വാഗ്ദേവതമാരത് ചൊല്ലിക്കേൾപ്പിക്കണം. അവിടെ അവരാണ് ഈ ദേവതയുടെ രൂപത്തെക്കുറിച്ച് പറഞ്ഞത്. അവിടെയാണ് ധ്യാനശ്ലോകം സിന്ദൂരാരുണ വിഗ്രഹാം തൃണയനാം മണിക്യമുരീശ്വരധരാ നായകശേഖരാം സ്മിതമുഖീം അപീനവക്ഷോരുഹാം എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്ന ധ്യാന ശ്ലോകം. അവരെങ്ങനെയാണ് ആ ദേവതയെ ദർശിച്ചത്. ഇതുപോലെ തന്നെയാണ് എല്ലാ ധ്യാന ശ്ലോകങ്ങളും ഉള്ളത്. നമ്മളിപ്പോൾ സരസ്വതീ ദേവിയുടെ ഫോട്ടോ നമുക്ക് വീട്ടുകളിലൊക്കെ നമ്മൾ ഫ്രെയിം ചെയ്ത് വെച്ച ഫോട്ടോ ഉണ്ടാവും. അത് സരസ്വതീ ദേവിയുടെ ധ്യാന ശ്ലോകത്തിന് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ്. ആ ധ്യാന ശ്ലോകത്തിനനുസരിച്ചാണ് അതിൻ്റെ പിക്ചർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ്
തന്നെയാണ് ഇപ്പോൾ ലക്ഷ്മി ദേവിയുടേതായാലും ഗണപതി ഭഗവാന്റെ ആയാലും ഏതൊരു ദേവന്റെ നമ്മുടെ വീട്ടിൽ വെക്കുന്ന ഏതെല്ലാം ഫോട്ടോ എടുത്തു നോക്കിയാലും ഇതൊക്കെ, അല്ലെങ്കിൽ ശിവകുടുംബം ആയാലും ശരി, ശിവഭഗവാനും പാർവതി ദേവിയും അവരുടെ 2 പുത്രന്മാരും ഒക്കെ ഇരിക്കുന്ന ശിവകുടുംബത്തിന്റെ ഫോട്ടോ എടുത്താൽ ഇതൊക്കെ ശക്തി പഞ്ചാക്ഷരിയിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്, ധ്യാന ശ്ലോകത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് ആ ഫോട്ടോ ആയിട്ട് ഉള്ളത്. അപ്പോൾ ധ്യാന ശ്ലോകം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ ധ്യാന ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ശ്രീവിദ്യാ സമ്പ്രദായത്തിൽപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ലളിതാ പരമേശ്വരിയുടെ കാര്യങ്ങൾ തന്നെയാണ്. ലളിതാ പരമേശ്വരിയുടെ മറ്റൊരു പേരാണ് ഷോഡശാക്ഷരി ഷോഡശി എന്ന് വിളിക്കുന്നുണ്ട് അല്ലേ? ലളിതാ സഹസ്രനാമത്തില് 1000 നാമങ്ങളുടെ ഇടയിൽ ഷോഡശി എന്ന് പറയുന്നുണ്ട്. 16 അക്ഷരം ഉള്ളവളെ, ആ 16 അക്ഷരങ്ങൾ മന്ത്രങ്ങളാണ്. 16ാമത്തെ അക്ഷരം വരുന്നതിന് മുമ്പ് അവളുടെ പേര് പഞ്ചദശി എന്നാണ്. 15 അക്ഷരങ്ങൾ മാത്രം വരുന്നത്. അത് 3 കൂടങ്ങളായിട്ടുണ്ട്. വാഗ്ഭവകൂടം, മധ്യകൂടം, ശക്തികൂടം എന്ന് പറയും. ആദ്യത്തെ വാഗ്ഭവകൂടത്തിൽ അക്ഷരവും, മധ്യകൂടത്തിൽ 6 അക്ഷരവും, അവസാനത്തെ ശക്തികൂടത്തിൽ 4 അക്ഷരവുമാണ്. അപ്പോൾ വാഗ്കൂടം അതിലപ്പുറം പറയാൻ പറ്റില്ല. അതിനപ്പുറം പറയുന്നത് തെറ്റാണ്. ഇതൊക്കെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ട വിദ്യകൾ. ഇതൊക്കെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു ഗുരുവിനെ കണ്ടെത്താനും ഗുരുവിൽ നിന്ന് അറിയേണ്ടുന്ന വിദ്യകളാണ്. അപ്പോൾ ഈ സമ്പ്രദായം ശ്രീചക്ര പൂജ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഇതാണ് ശ്രീവിദ്യാ സമ്പ്രദായം എന്ന്. അത് പഞ്ചദശാക്ഷരി എന്നും ഷോഡശാക്ഷരി എന്നും ഉണ്ടെന്നും ഇതിൽ പറഞ്ഞിരിക്കുന്ന ദേവതയാണ് ശ്രീ ലളിതാ പരമേശ്വരി എന്നും. ഈ ശ്രീചക്ര പൂജ പണ്ടുകാലത്ത് രാജകൊട്ടാരങ്ങളിലും പ്രഭു കുടുംബങ്ങളിലും മാത്രമാണ് നടന്നിരുന്നത്. ആ വിദ്യ സ്വായത്തമാക്കിയവർ അല്ലെങ്കിൽ നടന്നിരുന്ന കുടുംബങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിൽ കണ്ണൂർ ജില്ലയിലൊക്കെ ഉണ്ട്. അതൊരു പ്രത്യേക ഗുരുപരമ്പരയിൽപ്പെട്ടവരാണ്. അങ്ങനെ ഗുരുപരമ്പരയിൽപ്പെട്ടവര് കുറേ ശക്തി സാധകരുള്ള ഒരു നാടാണ് കുഞ്ഞാട്. ഈ പ്രദേശത്തും അങ്ങനെയുള്ള ഗുരുപരമ്പരയിൽപ്പെട്ട സാധകരുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന കൊണ്ട് പറഞ്ഞു, അങ്ങനെയുള്ള പരമ്പരകളിൽപ്പെട്ടിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ചിട്ടുള്ള ഗുരുപരമ്പരയിൽപ്പെട്ടവരുണ്ട്. അപ്പോൾ അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ സമ്പ്രദായേശ്വരി എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ ആനന്ദഭൈരവ സമ്പ്രദായം, ദക്ഷിണാമൂർത്തി സമ്പ്രദായം, ഹയഗ്രീവ സമ്പ്രദായം എന്നൊക്കെ 3 സമ്പ്രദായങ്ങളാണ് പ്രധാനപ്പെട്ടിട്ടുള്ളത്. ആനന്ദഭൈരവ സമ്പ്രദായം, ഈ സമ്പ്രദായ വ്യത്യാസങ്ങളെന്ന് പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചാൽ, ഈ ശ്രീചക്രത്തിലെ 3 വൃത്തത്രയങ്ങൾ, 16 ദളങ്ങൾ കഴിഞ്ഞ 3 വൃത്തത്രയങ്ങളുണ്ട്. ആ വൃത്തത്രയങ്ങൾ ആനന്ദഭൈരവ സമ്പ്രദായത്തിൽ വൃത്തത്രയങ്ങൾ ഉണ്ടെങ്കിലും അതിൽ പൂജയില്ല. അടുത്ത ദക്ഷിണാമൂർത്തി സമ്പ്രദായത്തിൽ ഈ വൃത്തത്രയങ്ങൾ വരക്കാറുമുണ്ട്, അതിൽ പൂജ ചെയ്യാറുമുണ്ട്. ഹയഗ്രീവ സമ്പ്രദായത്തിൽ അതിൽ പൂജ ചെയ്യാത്തത് കൊണ്ട് തന്നെ അത് വരക്കാറില്ല. അവർ ഈ ചക്രം കാണുന്ന സമയത്ത് ഇത് മനസ്സിലാവും ഏത് സമ്പ്രദായത്തിലാണ്. അറിവുള്ളവർ അങ്ങനെയാണ് പ്രധാനപ്പെട്ട ഈ ഇതിനെക്കുറിച്ച് അറിയുന്നത്. പിന്നെ ഇത് തന്നെ കാതിവിദ്യ, ആദിവിദ്യ, സാദിവിദ്യ എന്നുള്ള 3 വിദ്യകളായിട്ട് ശ്രീവിദ്യാ സമ്പ്രദായത്തെ തിരിക്കുന്നുണ്ട്. അത് കാ എന്ന അക്ഷരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉള്ള വിദ്യ, കാമേശിക്ക് പ്രാധാന്യമായിട്ടുള്ള വിദ്യയാണ് കാതിവിദ്യ. ആദിവിദ്യ ഹരന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള വിദ്യയാണ് ആദിവിദ്യ. സാദിവിദ്യയും തന്നെ. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ളത്. ഇതിനപ്പുറം ഉള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രഹസ്യവിദ്യയാണ്, രഹസ്യാത്മകമാണ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശ്രീവിദ്യ. ദേവീയ സമ്പ്രദായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നറിയുക. അത് നമുക്ക് യോഗ്യതയുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ഗുരുവിനെ കണ്ടെത്തുകയും ആ ഗുരുവിൽ നിന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ദേവിയുടെ രഹസ്യവിദ്യയാണ്. അത് മാത്രമാണ് ഇന്ന് സമൂഹത്തിൻ്റെ ഉന്നതിയിലെത്തിയിട്ടുള്ള എല്ലാവരും തന്നെ. അത് ശ്രീനാരായണ ഗുരുദേവനായാലും ശരി, ചട്ടമ്പി സ്വാമികളായാലും ശരി, അതുപോലെ തന്നെ ശങ്കരാചാര്യരും, ഇന്ന് നമ്മുടെ മലയാള സിനിമയിൽ ഉന്നതിയിൽ നിൽക്കുന്ന പലരും, പേര് കൊണ്ട് പറയുന്നില്ല, എല്ലാം പ്രധാനപ്പെട്ട കലാകാരന്മാർ, വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ, അങ്ങനെ
സമൂഹത്തിൻ്റെ ഉന്നതിയിലെത്തിയിട്ടുള്ള പലരും ശ്രീവിദ്യ ഉപാസകന്മാരാണ്. ശക്തിയെ ഈ വിധാനത്തിൽ തന്നെ ഉപാസിക്കുന്നവരാണ്. ശക്തിയുടെ 64 ഉപചാരങ്ങൾ കൊടുത്തുകൊണ്ടുള്ള, ലളിതാ സഹസ്രനാമത്തിൽ ഒരു വാക്കുണ്ട്, ചതുഷഷ്ട്യുപചാരാഢ്യ ചതുഷഷ്ടി കലാമയി മഹാചതുഷഷ്ടി കോടി യോഗിനി ഗണസേവിത എന്ന് പറയും. അപ്പോൾ 64 ഉപചാരങ്ങൾക്കും 64 കലകൾക്കും ആധാരമായിട്ടുള്ളവളെ, 64 കലകളുടെ ധീനതയായിട്ടുള്ളവളെ, 64 കോടി യോഗിനിമാരാൽ സേവിക്കപ്പെടുന്നവൾ എന്നാണ് ഇത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 64 എന്ന അക്ഷരത്തിൻ്റെ പ്രത്യേകത. 4നെ 8 ആക്കി, 8നെ 16 ആക്കി, 16നെ 32 ആക്കി, 32നെ 64 ആക്കി. ഇങ്ങനെയാണ് 64 കളങ്ങളിലും കളമറിഞ്ഞ് കളിച്ചവളാണ് ഞാൻ എന്ന് പറയും ദേവി. തെയ്യൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ പറയും 64 കളങ്ങളിലും കളമറിഞ്ഞ് കളിച്ചവളാണെന്ന് പറയും. അപ്പോൾ ഈ 64 കളങ്ങൾ 64 വിദ്യകൾ തന്നെയാണ്. അപ്പോൾ അതൊക്കെ താന്ത്രിക രഹസ്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക. അപ്പോൾ ഇതിൽ നിന്ന് ആയിട്ട് പ്രധാനപ്പെട്ട മറ്റൊന്ന് ഇതിലേക്ക് കിടക്കാം. അതാണ് ശക്തിയെ ഉപാസിക്കുന്ന, ഞാൻ പറഞ്ഞു ശക്തിയെ, അതായത് ദേവിയെ ഉപാസിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശ്രീചക്ര പൂജ. ഇത് രാജകൊട്ടാരങ്ങളിലും പ്രഭു കുടുംബങ്ങളിലുമാണ് നടന്നിരുന്നെങ്കിൽ പണ്ടുകാലത്ത് ഇതര വിഭാഗങ്ങളിൽ, ബ്രാഹ്മണേതര കുടുംബങ്ങളിൽ മുഴുവൻ നടന്നിരുന്ന ഒരു പൂജാവിധാനമാണ് ശാക്തേയ പൂജ എന്നുള്ളത്. ശാക്തേയ പൂജ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമോ? എൻ്റെ മുന്നിലിരിക്കുന്ന പ്രായം ചെന്ന അമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും. പണ്ട് കാലത്തൊക്കെ വീട്ടിലൊക്കെ ശാക്തേയ പൂജയുണ്ട് എന്ന് പറയും. അല്ലെ മറ്റൊരു പേര് മച്ചിലടിയന്തരം എന്ന് പറയും, അല്ലെ അടിയന്തരം ഉണ്ട് എന്ന് പറയും, അല്ലേ? അപ്പോൾ ഇതിനെക്കുറിച്ച് യുവതലമുറയിൽപ്പെട്ട ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ പ്രായത്തിലുള്ളവരാണെങ്കിൽ പറയും അതിനെ ഒന്ന് ഒരു പുച്ഛത്തോടു കൂടിയാന്ന് കാണാം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആൾക്കാർ പറയും ശക്തി എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ പോകും വെള്ളടിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്, എന്തോ മദ്യം കൊണ്ടുള്ള പരിപാടിയാണ്, അതുകൊണ്ട് അതിനെ ആ രീതിയിലാണ് കാണുക. മറ്റൊരു വിഭാഗം പറയും നമ്മൾ ഭക്തിയുടെ മാർഗത്തിലെത്തുമ്പോൾ നമുക്ക് വെജിറ്റേറിയൻ ഭക്തിയുടെ കാലഘട്ടമാണ്. അപ്പോൾ വെജിറ്റേറിയൻ മാത്രമാണ് ഭക്തി, അഹിംസയുടെ കാലഘട്ടം. അപ്പോൾ അതിനെക്കുറിച്ചാണ് പലരും ചിന്തിക്കുക. അപ്പോൾ ഇതും ഇതിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ അറിയാൻ വേണ്ടി ചിന്തിക്കാം. അപ്പോൾ ശാക്തേയ പൂജ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ബ്രാഹ്മണേതര കുടുംബങ്ങളിൽ, ബ്രാഹ്മണരുടെ വീടുകളിൽ പണ്ട് ഇതുപോലെയുള്ള ക്ഷേത്ര സങ്കല്പങ്ങൾ കുറവാണ്. എല്ലാവർക്കും ക്ഷേത്രത്തിൽ പോകാനും ക്ഷേത്രത്തിൽ ആചരണം നടത്താനുമുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അന്ന് കുലങ്ങളായിട്ട് ജീവിച്ചിരുന്ന സമയത്ത് ഓരോ തറവാടുകൾ കേന്ദ്രീകരിച്ച്, ഗ്രാമപ്രദേശത്ത് ഓരോ തറവാടുകൾ കേന്ദ്രീകരിച്ച് തറവാട് വീടുകൾക്കാണ് പ്രാധാന്യം. അന്ന് വീട്ടിൻ്റെ അകത്ത് ഒരു പ്രത്യേക മുറിയിൽ, പ്രത്യേകിച്ച് തെക്ക് ഭാഗത്തുള്ള തെക്കിനി കൊട്ടില എന്ന് പറയുന്ന ഒരു മുറിയിൽ, അവിടെ ദേവിയെ ഒരു പത്മത്തിലോ പീഠത്തിലേക്കോ ആവാഹിച്ചിരുത്തിക്കൊണ്ട് ദേവിക്ക് ഞാൻ പറഞ്ഞ 64 ഉപചാരങ്ങളും കൊടുത്തുകൊണ്ട് ഉള്ള ഒരു പൂജാവിധാനമാണ് ശക്തേയ പൂജ എന്ന് പറയുന്നത്. ശക്തിയെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ചെയ്യുന്ന പൂജ. ഇപ്പം ചില ആൾക്കാർ പറയും പണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ തറവാട്ടിൽ പൂജയുണ്ടായിരുന്നു, അത് മധ്യമത്തിലേനും ഇപ്പം നമ്മൾ ഉത്തമത്തിലേക്കാക്കി എന്നല്ല പറയും, അല്ലേ? പണ്ട് മധ്യമത്തിലേനും നടന്നുകൊണ്ടിരുന്ന് നാട്ടിലെ ഗുരുക്കളേനും വന്നിട്ട് അതെല്ലാം ചെയ്യാറ്, നമ്മളിപ്പോൾ അതിനെ ഉത്തമത്തിലാക്കി എന്ന് പറയും. അപ്പോൾ എന്താണ് ഈ മധ്യമ പൂജ? മദ്യം ഉപയോഗിച്ച് ചെയ്യുന്ന പൂജയാണോ മധ്യമ പൂജ? ഉത്തമ പൂജ എന്ന് പറഞ്ഞാൽ, അപ്പോ സാധാരണ പറയാം 16 ഉപചാരങ്ങൾ കൊടുത്തിട്ടുള്ള പൂജയാണ് ഉത്തമ പൂജ. 10 ഉപചാരങ്ങൾ കൊടുത്തിട്ടുള്ള പൂജ മധ്യമ പൂജ. 5 ഉപചാരങ്ങൾ, പഞ്ചോപചാരങ്ങൾ മാത്രം കൊടുത്തിട്ടുള്ള പൂജ അധമ പൂജ എന്ന് പറയും. അപ്പോൾ 16ന്റെ ഇരട്ടി 32, അതിൻ്റെ ഇരട്ടി 64, അതായത് 16 4 64 ഉപചാരങ്ങൾ കൊടുത്തിട്ടുള്ള പൂജയെ എന്നാ നിങ്ങൾ വിളിക്കുക? 64 ഉപചാരങ്ങൾ കൊടുത്തുകൊണ്ട് 64 ഉപചാരങ്ങൾക്കും അതീതിയായിട്ടുള്ള, അതിന് അധികാരപ്പെട്ടിട്ടുള്ള ദേവിക്ക് അതിൻ്റെ പൂർണ്ണതയിൽ കൊടുക്കുന്ന പൂജയാണ് ശക്തേയ പൂജ എന്ന് പറയുന്നത്. ശക്തിയെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ
അവൾക്ക് വേണ്ട ഉപചാരങ്ങൾ കൊടുത്തു. പക്ഷെ അതിൽ മകാരങ്ങൾക്ക്, പഞ്ചമകാരങ്ങൾക്കാണ് പ്രാധാന്യം. മദ്യം, മാംസം, മത്സ്യം, മുദ്ര, മൈഥുനം, ഇതാണ് പഞ്ചമകാരങ്ങൾ എന്ന് പറയും. ഈ പഞ്ചമകാരങ്ങൾ പഞ്ചതത്വങ്ങളാണ്, 5 തത്വങ്ങളുടെ പ്രതീകങ്ങളായിട്ട്. ഞാൻ അതാണ് തുടക്കത്തിൽ പറഞ്ഞത്. യോനിയും ലിംഗത്തെയും ആരാധിച്ചിരുന്ന സമയത്ത് പ്രതീകാത്മകമായി തത്വങ്ങളിലേക്ക് വരുന്ന സമയത്താണ് അവർ ഈ തത്വങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, പ്രത്യേക വസ്തുക്കളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പൂജാവിധാനങ്ങളിലേക്ക് കടന്നു. അതിൽ മദ്യത്തിന് പ്രാധാന്യമുണ്ട്. മദ്യമായിട്ടല്ല അവർ ഉപയോഗിക്കുന്നത്. അവിടെ മദ്യത്തെ പ്രത്യേക മന്ത്രങ്ങളിലൂടെ, പ്രത്യേക മന്ത്രങ്ങൾ ചൊല്ലി അതിനെ അമൃതാക്കി, ആ അമൃതാണ് ദേവിക്ക് നിവേദിക്കുന്നത്, അമൃതാണ് കൊടുക്കുന്നത്, അതിന് മദ്യമല്ല. ഇപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം ഉണ്ടാകും, മദ്യത്തെ മന്ത്രം ചൊല്ലിയിട്ട് എങ്ങനെയാണപ്പോ ഇതാക്കുക. അപ്പോൾ അതിനെ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ വിഷവൈദ്യന്മാരുണ്ടായിരുന്നു അല്ലേ? നമ്മൾ വിഷാരി എന്നാ പറയാം അല്ലേ? നാടൻ ഭാഷയിൽ വിഷാരി ഉണ്ടായിരുന്നു. പിന്നെ ഒരു വൈദ്യരുണ്ടാവും, വൈശ്യർ എന്ന് പറയും അല്ലേ? പിന്നെ കുറച്ച് പൂജയെല്ലാം അറിയുന്ന ആൾക്കാർ അവരെ പൂശാരി എന്നോ, സുബ്രഹ്മണ്യ സ്വാമീൻ്റെ ഒക്കെ ആണെങ്കിൽ പൂശാരി എന്നൊക്കെ പറയും. ഇവരൊക്കെ പ്രത്യേകിച്ച് ഈ വിഷവൈദ്യം കൈകാര്യം ചെയ്യുന്നവര് അവർ ദേവി ഉപാസകന്മാരായിരിക്കും. വിഷവൈദ്യം, ജ്യോതിഷം, വൈദ്യം, കലകള് ഇതൊക്കെ ഉപാസിക്കുന്നവര് അവർ ദേവി ഉപാസകന്മാരായിരിക്കും. ദേവിയെ ഉപാസിച്ച് കഴിഞ്ഞാൽ മാത്രമേ അവർക്കിത് തൊടാൻ വേണ്ടി സാധിക്കൂ. അങ്ങനെയുള്ള ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ട് വെള്ളത്തെ, വെറും പച്ചവെള്ളത്തെ അതിനെ മരുന്നാക്കി മാറ്റി അത് കാലിൽ ധാര പാർന്ന് ആ വിഷം ഇറക്കാറില്ലേ? അങ്ങനെ ഇറക്കാനുള്ള അവർക്ക് കഴിവുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഈ മദ്യത്തിലുള്ള എല്ലാ കലകളെയും മാറ്റിക്കൊണ്ട് അല്ലേ, അതിൽ സൂര്യ, സോമ, അഗ്നി കലകളെ ഉപയോഗിച്ച് ഉപയോഗിച്ചുകൊണ്ടാണ് കൂടുതൽ പറഞ്ഞ മന്ത്രം. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ വിഷം ഇറക്കുന്നത്. അപ്പോൾ ഈ വിഷമിറക്കി ഇതിനെ അമൃതാക്കിയിട്ട് അമൃതാണ് ദേവിക്ക് കൊടുക്കുന്നത്. ദേവിക്ക് എങ്ങനെ കൊടുക്കുവാന്നറിയും? അപ്പോൾ കൊടുക്കുമ്പോൾ ശാക്തേയത്തിൽ ഇതിനെ പ്രത്യേകം പറയുന്നത് ഈ അമൃതത്തിന് വസ്തു എന്ന് പറയും. അതുപോലെ തന്നെ അതിന് ഉപയോഗിക്കുന്ന മാംസത്തിന് പറയുന്ന ശാക്തേയത്തിനൊക്കെ പ്രത്യേക ഭാഷകളാണ്. തന്ത്രത്തിൽ പറയുന്ന പ്രത്യേക രീതികൾ, വസ്തു ശുദ്ധി എന്നൊക്കെ പറയും. ഇപ്പോൾ എൻ്റെ നാട്ടിൽ പണ്ട് ഒരാൾ പ്രശ്നം വെക്കാൻ വന്നു, ജ്യോതിഷ പ്രശ്നം അല്ലേ? അപ്പോൾ പ്രശ്നം വെക്കാൻ വന്ന സമയത്ത് ഒരു കുടുംബത്തിലാണ് ഇദ്ദേഹം പ്രശ്നം വെച്ചത്. ഈ ജ്യോതിഷർ ശാക്തേയ ഉപാസകനാണ്. അപ്പോൾ ഓരോ ചിന്തിക്കുന്നത് ഈ വീട്ടിലുള്ളവർക്ക് അല്ലെ ഈ കുടുംബത്തിലുള്ളവർക്ക് ഇതിൻ്റെ രഹസ്യങ്ങളൊക്കെ അറിയും, അല്ലെ ഇതിൻ്റെ പ്രത്യേകം അറിയുമെന്നുള്ള ധാരണയിൽ അതുവരെ അവിടെ കർമ്മം ചെയ്ത്, ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് വേറെ ആരോണ കർമ്മം ചെയ്തു, അവരിതൊന്നും ഇല്ലാതെ കർമ്മം ചെയ്ത സമയത്ത് അവർ പ്രശ്നത്തിൽ പറഞ്ഞു ഇവിടെ ശുദ്ധിയില്ല, വസ്തുശുദ്ധിയോടുകൂടി കർമ്മം ചെയ്യണമെന്ന്. അപ്പോൾ ഇവർ ഇത് എഴുതി കൊടുത്ത് മൂപ്പർ പോയി. വൈകുന്നേരമായവരുടെ മൂപ്പർക്ക് കോള് വന്നു, അല്ല നിങ്ങൾ ഈ തറവാട്ട് പ്രശ്നം വെച്ചിട്ട് എന്താ പ്രശ്നമാക്കി, നിങ്ങളെന്നാ വേണ്ടാത്ത പറഞ്ഞതെന്ന് ചോദിച്ചു. എന്താ അല്ല നിങ്ങൾ ആ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ശുദ്ധിയില്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനത്തെ ഒന്നും പെണ്ണുങ്ങളെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ മനസ്സിലൊന്ന് ചിന്തിച്ചു വെച്ചിട്ടുണ്ട്, ശുദ്ധി എന്ന് പറഞ്ഞാൽ ഇത് സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, മാസമുറിയായിട്ട് ബന്ധപ്പെട്ടതാണ്, അങ്ങനെ. പക്ഷെ ശാക്തേയത്തിലെ ശുദ്ധി എന്ന് പറഞ്ഞാൽ മാംസത്തിനാണ് ഇത് പറയുന്നത്. മദ്യത്തിൽ മാംസം മുക്കി ആ മാംസമാണ് ദേവി, മാംസത്തിലെ ഉള്ള ഒരു തുള്ളി കൊണ്ടാണ് തർപ്പണം ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അതിന് വസ്തുശുദ്ധിയോടുകൂടി തർപ്പണം ചെയ്യണം. ഈ തർപ്പണം എന്ന് പറഞ്ഞാൽ വാക്ക് നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? ഈ വാക്ക് എവിടെയും കേട്ടിട്ടുണ്ടോ? തർപ്പണം എന്ന് പറഞ്ഞ ഇല്ലേ? ഞാൻ അതാണ് ഈ ഭാഗത്തേക്ക് നോക്കി പറയുന്നത്. ലളിതാ സഹസ്രനാമം വായിക്കുന്നവരാണ്. ബിന്ദു തർപ്പണ സന്തുഷ്ട അല്ലേ? ബിന്ദു തർപ്പണ സന്തുഷ്ട പൂർവജാ ത്രിപുരാംബിക എന്ന് പറയുന്നുണ്ട്. ബിന്ദുവിലേക്ക് തർപ്പണം ചെയ്യുന്നതിൽ സന്തുഷ്ടയാവുന്നവളെ അല്ലേ? നമ്മൾ ഇതൊക്കെ വായിക്കും. ചതുഷഷ്ടി ഉപചാരാഢ്യ ചതുഷഷ്ടി കലാമയി മഹാചതുഷഷ്ടി കോടി യോഗിനി ഗണസേവിത എന്നൊക്കെ വായിക്കും അല്ലെ? 64 ഉപചാരങ്ങൾക്കും 64 കലകൾക്കും അതീതിയായവളെ, 64 കൊണ്ട് പൂജയിൽ സന്തോഷപ്പെടുന്നവളെ എന്നൊക്കെ വായിച്ചിട്ട്
ബിന്ദുവിലേക്ക് തർപ്പണം ചെയ്യുന്നതിൽ സന്തുഷ്ടിയാവുന്നവളെ, ദശമുദ്രകൾ ഭീതിയാകുന്നവളെ എന്നൊക്കെ നമ്മൾ ഇരുന്ന് വായിക്കും. എന്നിട്ട് പറയും എൻ്റെ തറവാട്ടിൽ ഇപ്പോൾ ഇതൊന്നുമില്ല, വളരെ അഭിമാനത്തോടു കൂടി നമ്മൾ ഇതെല്ലാം നിർത്തി എന്ന് പറയും അല്ലേ. ഇപ്പോൾ നമ്മുടെ അറിവില്ലായ്മയാണ് പല സ്ഥലത്തും പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്. അവിടെ ആണ് നമ്മൾ ശക്തി ആരാധന എന്താണ് എന്ന് അറിയേണ്ടത്. ശക്തയ പൂജ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഞാൻ പറഞ്ഞതുപോലെ അബ്രാഹ്മണരുടെ വീടുകളിൽ എല്ലാ വിഭാഗങ്ങളും, അതിൽ പ്രത്യേകിച്ച് നായന്മാരുടെ നമ്പ്യാന്മാരുടെ വീടുകളിലുണ്ടായിരുന്നു, ഗണിക വിഭാഗത്തിൽപ്പെട്ടവരുടെ വീടുകളിലുണ്ടായിരുന്നു. എല്ലാ സമുദായത്തിനും എടുത്താൽ ശക്തയ പൂജകളുണ്ട്. പക്ഷെ അതിൽ ചില സാമ്പ്രദായിക വ്യത്യാസങ്ങളുണ്ടെന്നോ. ഞാൻ ഈ ചില തെയ്യം കലാകാരന്മാരോട് സംസാരിച്ച സമയത്ത് അതിൽ നിന്നും അറിയാൻ സാധിച്ചത്, തെയ്യം കെട്ടുന്ന വിഭാഗത്തിൽ തന്നെ ഈ 8 കല്ലാടിമാരും 9 കല്ലാടിമാരെന്ന് പറയും. 8 കല്ലാടിമാരെന്ന് പറഞ്ഞാൽ വണ്ണാൻ സമുദായത്തിൽപ്പെട്ടവരെ 8 കല്ലാടിമാരെന്നാണ്. അവർ പൂജ ചെയ്യുന്ന സമയത്ത് അവരൊരു കപാലം അവരുടെ കുലദേവതക്കാണ് വെക്കുക, ഒരു കപാലം അവരുടെ കുലദേവത. അതുപോലത്തെ 9 കല്ലാടിമാർ മലയ സമുദായത്തിൽപ്പെട്ടവർ പണിക്കന്മാർ, അവർ പൂജ ചെയ്യുമ്പോൾ അവർ പ്രാധാന്യം ഭൈരവാദി പഞ്ചമൂർത്തികൾക്കാണ് വെക്കുക. പഞ്ചമൂർത്തികൾക്കാണ് അവർ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഈ മന്ത്രമൂർത്തികൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള പൂജയാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും വളരെ പ്രാധാന്യപ്പെട്ട ഒന്നാണ് എന്നറിയുക. അപ്പോൾ ഇതിന് കൂടുതലായിട്ട് പോകണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇത് നിങ്ങളുടെയൊക്കെ തറവാടുകളിൽ പണ്ട് കാലത്ത് ഉണ്ടാവും ഈ ആചരണം. പക്ഷെ അത് ഒരു കാലഘട്ടത്തിൽ നശിച്ചു പോയതാണ്. ഇതിന് പ്രത്യേക കാരണം ഉണ്ടായിരുന്നു. ഒന്ന്, സ്വാതന്ത്ര്യ സമര കാലഘട്ടം, അവിടുന്ന് ടിപ്പുവിൻ്റെ പടിയോട്ടം. അത് കഴിഞ്ഞ സമയത്ത് കേരളത്തിൽ ഭൂപരിഷ്കരണം വന്ന സമയത്ത് തറവാടുകളൊക്കെ ശിഥിലമായി, തറവാടുകളൊക്കെ ഭാഗം വെച്ചു. പലരും ജോലിക്ക് അന്വേഷിച്ച് പല ഭാഗങ്ങളിലേക്ക് പോയി. ഇന്ന് നാട്ടിൽ പട്ടിണിയും പരിവട്ടവുമായ സമയത്ത് നമുക്ക് എവിടെയാ ദേവതക്ക് കൊടുക്കാൻ സമയം? വേറെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഇത് കാണാൻ വേണ്ടിയിട്ട് ശാക്തേയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതാണ് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്നവർക്ക് മാത്രം ആചരിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഈ പ്രകൃതിയെ തന്നെ ശക്തിയായി കണ്ടുകൊണ്ട്, അവളെ ആദിപരാശക്തി എന്ന് കണ്ടുകൊണ്ട്, അവളിൽ നിന്നാണ് സത്വ രജ തമോ ഗുണങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്നും അത് തന്നെയാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായിട്ടുള്ളതെന്നും ഈ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ശക്തികളിൽ നിന്നാണ് മറ്റ് ദേവതമാരൊക്കെ ഉണ്ടായിട്ടുള്ളതെന്നും 1 3 33 3339 33 കോടി ദേവകളായി എന്നൊക്കെ പറയാറുണ്ട്. ദേവി പറയുമ്പോൾ ചണ്ഡമുണ്ട നിഗ്രഹം ചെയ്തു, ചണ്ഡികയായി, ശുംഭനിശുംഭ വധം ചെയ്തു, ശുംഭാന്തകിയായി, മഹിഷാസുര നിഗ്രഹം ചെയ്തു, മഹിഷാന്തകിയായി, രക്തബീജ നിഗ്രഹം ചെയ്തു, രക്താംഗിയായി എന്നൊക്കെ പറയും. ഇങ്ങനെ പല വേഷങ്ങളിലും പല ഭാവങ്ങളിൽ അവതരിച്ചിട്ടുണ്ട് ദേവി. ആ ദേവി പല ഭാവങ്ങളിൽ അവതരിച്ച ദേവിയെ പല രൂപത്തിലും നമ്മൾ ക്ഷേത്രങ്ങളിലും കാവുകളിലും എല്ലാം കാണുന്ന ആ ദേവിയെ പഞ്ചകൃത്യപരായണ എന്ന് പറയും. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം, ഈ 5 കലകൾക്കും ആധാരമായിട്ടുള്ള 5 കൃത്യങ്ങൾക്കും അധികാരമായിട്ടുള്ള ദേവിയെ, ആ ദേവിയെ ഈ പ്രപഞ്ചശക്തിയെ തന്നെ ഒരു ബിന്ദുവായി കണ്ടുകൊണ്ട്, നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ പേരുണ്ടാവും ബിന്ദു എന്ന് പറയും അല്ലേ. അത് ഒരു ഡോട്ടാണ്. അത് നമ്മുടെ ആജ്ഞാചക്രത്തിൽ വെക്കുന്ന ഈ ഒരു ബിന്ദു തന്നെയായി എടുത്തു കഴിഞ്ഞാൽ, അങ്ങനെ ഈ ഒരു ബിന്ദുവായി കണ്ടുകൊണ്ട് ഒരു മരത്തിന്റെ ആ പീഠത്തില് ഓരോ കാലുകളും ബ്രഹ്മാവിന്റെ രൂപത്തിലും വിഷ്ണുവിന്റെ രൂപത്തിലും രുദ്രന്റെ ശിവന്റെ രൂപത്തിലും ഈശ്വരന്റെ രൂപത്തിലും സൃഷ്ടികർത്തൃ ബ്രഹ്മരൂപ സൃഷ്ടിക്കാൻ വേണ്ടി ബ്രഹ്മാവിന്റെ രൂപത്തിലും സ്ഥിതിക്ക് വേണ്ടി പരിപാലനത്തിന് വേണ്ടി സൃഷ്ടി സ്ഥിതി പരിപാലനത്തിന് ഗോവിന്ദ രൂപിണി, സംഹാരത്തിന് വേണ്ടി രുദ്രന്റെ രൂപത്തിലും സംഹാരിണി രുദ്രരൂപ, തിരോധാനത്തിന് 4ാമത്തെ തിരോധാനത്തിന് വേണ്ടി ഈശ്വരന്റെ രൂപത്തിലും, അനുഗ്രഹം നൽകാൻ വേണ്ടി സദാശിവന്റെ രൂപത്തിൽ പീഠത്തിന്റെ പലക ആ രൂപത്തിലും അവതരിച്ചിട്ടുള്ള, ആ സദാശിവന്റെ രൂപത്തിൽ അവതരിച്ചിട്ടുള്ള ദേവി, അവിടെ ആ ചെറിയ പീഠത്തിൽ ഒരു ബിന്ദു വിട്ട് ആ ബിന്ദുവിലേക്ക് ദേവിയെ കണ്ടുകൊണ്ട്, ഈ പരാശക്തി ആ ബിന്ദുവായി മാത്രം കണ്ടുകൊണ്ട് അതിലേക്ക് പൂജയും അർച്ചനയും ചെയ്യുന്ന രീതി. പക്ഷേ
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തറവാടുകളൊക്കെ ശിഥിലമായ സമയത്ത് ഈ പീഠം തന്നെ കാണാണ്ടായിപ്പോയി. പീഠം തന്നെ വീട് ഒളിക്കുന്ന സമയത്തോ ഇല്ലാത്ത സമയത്തോ, അല്ലെങ്കിൽ പണ്ട് കാലത്ത് ചാണം മെഴുകിയ നിലത്താണെങ്കിൽ അതാണ് പൂജ കഴിഞ്ഞാൽ എടുത്ത് മച്ചിന്റെ മുകളിൽ വെക്കും, അല്ലെങ്കിൽ ചാക്ക് കെട്ടിയിട്ട് വെക്കും. നിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെതല് പിടിച്ചങ്ങ് പോകും. പിന്നെ ഒരു കാലം അങ്ങ് പോകും. പിന്നെ കുട്ടികൾ കളിച്ചു കഴിഞ്ഞാൽ ബാക്കി രണ്ടും അങ്ങ് പോകും. പിന്നെ ദേവി എവിടെയാ പോയിനെന്ന് തന്നെ അറിയില്ല. പിന്നെ എവിടെയെങ്കിലും പോയിട്ട് പിന്നെ കുറേ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും. പ്രശ്നങ്ങൾ എങ്ങനെ വരുമെന്നറിയാം. നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കുടുംബാംഗങ്ങൾക്കൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ ജ്യോത്സ്യരെ കാണാൻ പോവുക. അപ്പം എങ്ങനെയാവും പ്രശ്നങ്ങൾ വരിക? ഒന്ന്, കല്യാണം കഴിയില്ല, കല്യാണം കഴിയാത്ത പ്രശ്നം വന്നു. അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവില്ല. കുട്ടികൾ ഉണ്ടാകുന്നതാണെങ്കിൽ അംഗവൈകല്യത്തോടുള്ള കുട്ടികൾ ജനിക്കുക, കുടുംബത്തിൽ ദുർമരണങ്ങൾ നടക്കുക, അകാലത്തിലുള്ള മരണങ്ങൾ സംഭവിക്കുക, കുടുംബാംഗങ്ങൾ തമ്മിൽ സ്വരച്ചേർച്ചയില്ലാതെ പോവുക, ഭാര്യ ഭർത്താക്കന്മാർ ദമ്പതിമാർ തമ്മിൽ സ്വരച്ചേർച്ചയില്ലാതെ പോവുക. ഇങ്ങനെയൊക്കെ ആകുന്ന സമയത്താണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുക. ഇപ്പം ചിന്തിക്കുന്ന ഒരു സാധാരണ ഒരു ജ്യോത്സ്യരെടുക്ക പോയി കഴിഞ്ഞാൽ അവിടെയും ഒരു പ്രശ്നമുണ്ട്. ഈ ജ്യോത്സ്യരെടുക്ക പോകുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ജ്യോത്സ്യന്മാരുടെ കയ്യിൽ പോവില്ല. കാരണം ഓർക്കെന്നപ്പോൾ നമ്മളെ കാര്യമെല്ലാം അറിയുന്നല്ലേ. അതുകൊണ്ട് നമ്മൾ അവരടുക്ക പോവില്ല. നമ്മൾ ദൂരെയുള്ള ഒരു ജ്യോത്സ്യരടുക്കേ പോകും. ആ ജ്യോത്സ്യന് ഈ സമ്പ്രദായം അറിയണമെന്നില്ല. കാരണം ഇന്ന് പലരും പോകുന്നത് ബ്രാഹ്മണരടുക്കാണ്, നമ്പൂരിമാരെ ജ്യോത്സ്യന്മാരാണ്. കാരണം എല്ലാം നമ്പൂരി ചെയ്താണ് നല്ലത് എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. ജ്യോത്സ്യം നോക്കുന്നത് നമ്പൂരിയായിരിക്കണം, ആശാരി കുറ്റിയടിക്കുന്നതും നമ്പൂരിയായിരിക്കണം, ഭക്ഷണം വെക്കുന്നതും നമ്പൂരിയായിരിക്കണം, നമ്പൂരി മാത്രമേ എല്ലാം അറിയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, അല്ലെ അങ്ങനെയൊരു തെറ്റിദ്ധാരണ കടന്നുകൂടിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. അപ്പോൾ ശാക്തേയ സമ്പ്രദായത്തെക്കുറിച്ച് നിങ്ങളുടെ വീട്ടിൽ ശാക്തേയമാണെങ്കിൽ ശാക്തേയ സമ്പ്രദായത്തെക്കുറിച്ച് അറിയുന്ന ഒരു ജ്യോത്സ്യരെ സമീപിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ഇന്ന് കേട്ടിട്ടുള്ള അറിവ് പോലും ഈ പറയുന്ന ജ്യോത്സ്യർക്ക് ഈ സമ്പ്രദായത്തെക്കുറിച്ച് ഉണ്ടാവില്ല. കാരണം ഇത് അടഞ്ഞ ഒരു അധ്യായം എന്ന് പറഞ്ഞ അടച്ച മുറിയിൽ ഈ ഉപാസകൻ മാത്രമായി ഇരുന്നു കൊണ്ട് ചെയ്യുന്ന പൂജകളാണ്. അതുകൊണ്ട് ആ ഒരു ഗുരു സമ്പ്രദായത്തിൽ നിന്നല്ലാതെ ഇതിൻ്റെ രഹസ്യങ്ങൾ മറ്റാർക്കും അറിയില്ല. അവിടെയാണ് പലപ്പോഴും പ്രശ്നങ്ങൾ വരാറ്. അപ്പോൾ നിങ്ങൾ കുടുംബത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളുടെ പ്രദേശത്ത് തന്നെയുള്ള അല്ലെങ്കിൽ ഈ സമ്പ്രദായമായിട്ട് അറിയുന്ന പാരമ്പര്യ ജ്യോത്സ്യന്മാരെ കണ്ടു കഴിഞ്ഞാൽ അവർക്കറിയാം. കാരണം അവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദേവിയുടെയും സുബ്രഹ്മണ്യൻ്റെയും ഒക്കെ ഉപാസകന്മാരാണ്. അവർ ദേവിയുടെ വീട്ടിൽ തന്നെ ആചരണങ്ങൾ ചെയ്യുന്നവരാണ് പരമ്പരാഗതമായിട്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ശാക്തേയ പൂജ നിങ്ങൾക്ക് വളരെ പ്രാധാന്യപ്പെട്ടതാണ്. ഇത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടുകളിൽ ചെയ്യുന്ന സമയത്ത് രാജാക്കന്മാർ മറ്റൊരു വിദ്യ നമുക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? നമുക്കൊക്കെ നമ്മുടെ വീട്ടിൽ ആചരണത്തിനാണെങ്കിൽ നമ്മുടെ നാട്ടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ കേരളത്തിൽ കാസർഗോഡ് ജില്ല മുതൽ തെക്കേയറ്റം വരെ വരുന്ന ഈ 13 ജില്ലകളിലായിട്ട് 13 ശാക്തേയ കാവുകൾ ഉണ്ടാക്കി. 13 ശാക്തേയ കാവുകൾ അറിയാവോ? അതിനെക്കുറിച്ചിട്ട് പേര് പറഞ്ഞാൽ അറിയായിരിക്കും. നീലേശ്വരം മന്നമ്പുറത്ത് കാവ്, മാടായിക്കാവ്, കളരിവാതുക്കൽ, മാമാനത്തമ്മയെ അറിയാത്തവരാരും ഉണ്ടാവില്ലല്ലോ ഇവിടെ. മനത്തമ്മയെ പോയി കാണാത്തവരാരും ഉണ്ടാവില്ല. മാമാനം, കുത്തുപറമ്പ് തിരുവഞ്ചേരിക്കാവ്, കൊല്ലം പിഷാരടിക്കാവ്, വടകര കിളിയാമ്പള്ളിക്കാവ്, സാമൂതിരിയുടെ വളയനാട് കാവ്, വള്ളുവക്കോനാതിരിയുടെ തിരുമാന്താംകുന്ന്, പട്ടമ്പിയിലുള്ള കുന്നത്തുകാവ്, അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ, പനിയനാർക്കാവ്, മുത്തൂറ്റുകാവ്, ഇങ്ങനെ 13 ശാക്തേയ കാവുകളാണ് കേരളത്തിൽ ഉള്ളത്. ഈ 13 കാവുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പഞ്ചമകാരങ്ങളോടുകൂടി മദ്യം, മാംസം, മത്സ്യം, മുദ്ര എന്നീ പഞ്ചമകാരങ്ങളോടുകൂടിയുള്ള പൂജകളാണ്. ശാന്തി, വശ്യമോ, സ്തംഭനം, മാരണം, ഉച്ചാടനം എന്നിങ്ങനെ ഷഡ്കർപ്പങ്ങൾക്കും പ്രതിവിധികൾ ചെയ്യുന്നത് സ്ഥലങ്ങൾ ഇവിടെയാണ്. അവിടെ വെച്ചാണ് നമ്മൾ മറിസ്തംഭനം പോലുള്ള സ്തംഭനങ്ങളൊക്കെ നീക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഓരോ നാട്ടുരാജാക്കന്മാരും ആ നാട്ടുരാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം കാവുകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതായത്
കൊലത്തിരി മഹാരാജാവിന്, നീലേശ്വരൻ രാജാവിന് എടുത്തു കഴിഞ്ഞാൽ മന്നമ്പുറത്ത് കാവാണെങ്കിൽ കൊലത്തിരി മഹാരാജാവ് ഉപാസിച്ചു കൊണ്ടുവന്ന, കാശിയിൽ നിന്നും ഉപാസിച്ചു കൊണ്ടുവന്ന ദേവതയാണ് മടായിക്കാവിലച്ചി. കാശിരാജൻ ഉപാസിച്ചു കൊണ്ടുവന്നതാണ്. തുളുനാട് കഴിഞ്ഞ സമയത്ത് അവളുടെ രൂപവും ഭാവവും അങ്ങ് മാറി. അവളാണ് മാടായിക്കാവിലച്ചി. അച്ചീനെ കാണാൻ പോവാന്ന് പറയില്ലേ, അപ്പോൾ അതാണ് മാടായിക്കാവിലച്ചി. പിന്നെ കളരിവാതിക്കൽ ദേവത, പിന്നെ ഇവിടെ മാമാനം കൂത്തുപറമ്പിൽ വട്ടസ്വരൂപത്തിൽ തന്നെയുള്ള തിരുവഞ്ചേരിക്കാവ്, നമ്മുടെ കോലത്തിരിയുടെ നാട്ടിൽ വള്ളുവന കോനാതിരിയുടെ അടുത്ത് നിന്ന് തിരുമാന്താംകുന്നിൽ അമ്മയെ ഭജിച്ചിട്ട് കൊണ്ടുവന്നതാണ് വളയനാട് ഭഗവതി. വള്ളുവക്കോനാതിരിയുടെ തിരുമാന്താംകുന്ന്, ശക്തൻ തമ്പുരാന്റെ കൊടുങ്ങല്ലൂർ, ഇങ്ങനെ എല്ലാ രാജാക്കന്മാരും ഈ ശക്തിയ ദേവതയെ അവരവരുടെ നാട്ടുരാജ്യങ്ങളിൽ പ്രതിഷ്ഠിച്ചു. അതാണ് ശക്തിയ കാവുകളുടെ പ്രത്യേകത. അപ്പോൾ ഈ ശക്തിയെ ആരാധിക്കുന്ന പ്രധാനപ്പെട്ട 2 ക്രമങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞത്, ഒന്ന് ശ്രീചക്ര പൂജയിലൂടെയാണ്, മറ്റൊന്ന് വീടുകളിൽ നടക്കുന്ന ശക്തിയ പൂജയാണ്. ഈ ശക്തിയ പൂജ തന്നെ പല പ്രദേശങ്ങളിലും പല പേരുകളിൽ അറിയപ്പെടുന്നു. ശക്തിയ പൂജ എന്ന് പറയും, ശക്തി പൂജ എന്ന് പറയും, ഭുവനേശ്വരി സമ്പ്രദായം എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ മച്ചിലടിയന്തരം എന്ന് പറയും. ഇത് കൂടാതെ തന്നെ ശക്തിയെ ആരാധിക്കുന്ന മറ്റൊരു ക്രമമുണ്ട്. അതിനെയാണ് വടക്കിനിയും ഭാഗം എന്ന് പറയും. വടക്കേ ഭാഗം, വടക്കിനിയും ഭാഗം, അല്ലേ? ഈ പ്രദേശത്തുണ്ടോ വടക്കിനിയും ഭാഗമൊക്കെ നടക്കാറുണ്ട്? ഇല്ല, ഉണ്ടായിരുന്നില്ലേ? നിങ്ങളുടെ ഈ പ്രദേശത്ത് അടുത്ത മുച്ചിലോട്ട് ഭഗവതിയുടെ ക്ഷേത്രമില്ലേ? മുച്ചിലോട്ട് ഭഗവതിയുടെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നവളില്ലേ, കണ്ണനക്കാട്ടിയ ഭഗവതി, അറിയില്ലേ? കണ്ണങ്കാട്ട് ഭഗവതി എന്ന് പറയും. കണ്ണനെ കാട്ടിക്കൊടുത്തതാണ്, അറിയില്ലേ? പണ്ട് അമ്മാവനോട് പറഞ്ഞ അഷ്ടമോ ദേവകിയുടെ അഷ്ടമോ പുത്രൻ നിന്നെ വധിക്കുമെന്ന് പറഞ്ഞ സമയത്ത് ഓരോ കുട്ടികളെയും എടുത്ത് പോയി, ദേവകി പ്രസവിച്ച സമയത്ത് ഓരോ കുട്ടിയെയും എടുത്ത് കല്ലിലടിച്ച് കൊന്ന് അവസാനം 8ാമത്തെ പുത്രൻ വന്നു. കുട്ടിയുടെ കരച്ചിൽ കേട്ട് ഭടന്മാരൊക്കെ എഴുന്നേറ്റു. കംസനും വന്നു സമയത്ത് എടുക്കാൻ നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അടുത്ത് കൊല്ലാൻ വേണ്ടപ്പ, പെണ്ണല്ലേ, പുത്രനാന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഈ പുത്രീനെ എന്തിനാ ചെയ്യുന്നതെന്ന് വിചാരിച്ചു. വേണ്ടാന്ന് പറയാൻ നോക്കുന്ന സമയത്ത് സാധാരണ ഉപദേശിക്കുന്ന ആൾക്കാരുണ്ടാവും. ഈ ഉപദേശികളാണല്ലോ എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങൾ. അപ്പോൾ ഇവർ പറഞ്ഞു, പെണ്ണായാലും ചിലപ്പം ഭാവിയിൽ പ്രശ്നമായിരിക്കും, അതുകൊണ്ട് തീർത്തുകളാണ്. അപ്പോൾ എടുത്ത് അടിക്കാൻ നോക്കുന്ന സമയത്ത് ഇവള് കയ്യിൽ നിന്ന് അങ്ങ് പോയി, മേലോട്ടേക്ക് പോയിട്ട് പറഞ്ഞു, പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു. പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു. നിന്റെ കാലം ഞാനല്ല, നിന്റെ കാലം മറ്റൊരുത്തുണ്ട്, ഞാനിതാ. അങ്ങനെ കണ്ണനെ കാട്ടിക്കൊടുത്തു, ഇന്നേ സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞ് കണ്ണനെ കാട്ടിക്കൊടുത്തവളാണ്. അവളാണ് കണ്ണങ്കാട്ട് ഭഗവതി. യാദവ കുലത്തിന്റെ കുലദേവതയായിട്ടാണ്. പിന്നീട് അവസാനം ഭഗവാൻ സ്വർഗാരോഹണം നടത്തുന്ന സമയത്ത് യാദവകുലം ഒന്നാകെ ചോദിച്ചു, കണ്ണാ നീ പോയി കഴിഞ്ഞാൽ നമുക്കാരാണ് ഉണ്ടാവുക എന്ന് ചോദിച്ച സമയത്ത് ഇന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു, എൻ്റെ തന്നെ മായാസ്വരൂപിണിയുണ്ട്, അവളുടെ നിങ്ങളുടെ ശക്തി സ്വരൂപിണിയായിട്ട് നിങ്ങളുടെ കുലദേവതയായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് യാദവ കുലത്തിൻ്റെ കുലദേവതയാണ് കണ്ണങ്ങാട്ട് ഭഗവതി. കണ്ണങ്ങാട്ട് ഭഗവതി പിന്നീട് മുച്ചിലോട്ട് ഭഗവതിയുടെ കൂടെ ചേർന്നതാണ്. കുന്തുരുത്തി മുച്ചിലോട്ടുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ്. എൻ്റെ നാട്ടിൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നമ്മൾ മേലായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ പ്രഭാഷണം ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രദേശത്ത് ഉള്ള കോമരത്താന്മാരാണ് അവിടെയൊക്കെ വരാറ്. അപ്പോൾ അത് ആയിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത്, അദ്ദേഹം അടുത്തിൽ നിന്നാണ് ഞാൻ ഈ നാട്ടിനെക്കുറിച്ചും ഈ നിങ്ങളുടെ അടുത്തുള്ള മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ചും അറിയുന്നത്. ഒരുപക്ഷേ എൻ്റെ ഇഷ്ടദേവത കൂടിയാണ്. അപ്പോൾ മുച്ചിലോട്ടംബിക പ്രധാനം പട്ടോലിയാണ്, പട്ടോലക്കാരിയാണ് പരദേവത മുച്ചിലോട്ട് ഭഗവതി എന്ന് പറയും. മുച്ചിലോട്ട് ഭഗവതിയുടെ പട്ടോല കേൾക്കാൻ പ്രത്യേക രസമാണ്. ഇങ്ങനെ വിശദീകരിച്ച് പറയും. ഇതിൽ ഏറ്റവും പ്രത്യേകിച്ച് ഇത്രയധികം 114 സ്ഥലങ്ങളിൽ തെയ്യം നടക്കുന്നുണ്ടെങ്കിൽ, ഈ 3 ജില്ലകളിലായിട്ട് തെയ്യം നടക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പട്ടോല വിശദീകരിക്കുന്ന ഒരു സ്ഥലം നിങ്ങളുടെ അടുത്ത് കിട്ടുന്ന ഈ കല്ലാടിയാണ്. അത് അടുത്തുള്ള നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഇതിൻ്റെ മേലായിട്ടുള്ള നെല്ലാച്ചേരി വീട്ടിൽ പോയിട്ട് ആ ദേവത ഇവിടെ
ഇതൊക്കെ വിശദീകരിച്ച് പറയാറുണ്ട് അവിടുത്തെ മേലായിമാരോട്. അത് കഴിഞ്ഞിട്ട് ദേവി തിരിച്ചെഴുന്നള്ളുന്ന അന്ന് കുംഭം 9-ാം തീയതി രാത്രി ദേവിയുടെ കൂടെ നടന്ന് പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലോ വന്ന് അവിടുന്ന് പട്ടോല പറയുന്നതൊക്കെ കേട്ട് ദേവി തിരിച്ചെഴുന്നള്ളുന്ന സമയത്ത് ദേവിയുടെ കൂടെ ആ രാത്രി തിരിച്ചു പോകാനുള്ള ഒരു അവസരം ഒരിക്കലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ണനെ കാട്ടിയ ഭഗവതിക്ക് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്, കണ്ണങ്കാട്ട് ഭഗവതിക്ക് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ വടക്കേയും ഭാഗമാണ്. വടക്കിനെയും ഭാഗം വയത്തൂർ കാലിയാറ് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആളുതോറും കണിയാമ്പള്ളിയും വീട് തോറും വടക്കിനെയും ഭാഗവും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത്. അപ്പോൾ വയത്തൂർ കാലിയാറ് പണ്ട് കാലിയാറ് ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട് പിടിച്ചു കെട്ടിയതായിരുന്നു. കരിവള്ളിത്തന്ത്രി കരിങ്കൽ തൂണിൽ സ്വർണ്ണച്ചങ്ങലിയും വള്ളിച്ചങ്ങലിയൊക്കെ ഇട്ട് ബന്ധിച്ചത് വേദിച്ചിട്ടാണ് അവൾ വന്നത്. അപ്പോൾ ആ സമയത്ത് അവളെ ഇത് അടക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്താണ് ആള് തോറും ശേഷക്കോഴിയും വീട് തോറും കണിയാമ്പള്ളി തരാം. അങ്ങനെയാണ് വടക്കിനെയും ഭാഗം, വീട് തോറും വടക്കിനെയും ഭാഗം എന്നുള്ളൊരു സമ്പ്രദായം ഉണ്ടായത്. അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ സമ്പ്രദായം, കൊടുങ്ങല്ലൂരിലെ നേരത്തെ നിങ്ങൾക്കറിയാം, വടക്ക് കൊല്ലൂരിൽ മൂകാംബികയായും തെക്ക് കന്യാകുമാരിയിൽ ബാലാംബികയായും കിഴക്ക് കരിമലയിൽ ഹേമാംബികയായും പടിഞ്ഞാറ് കൊടുങ്ങല്ലൂരിൽ ലോകാംബികയായിട്ടാണ് ദേവി ഇരിക്കുന്നത്. ഈ 4 അംബികമാരെ പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണ്. ഈ 4 അംബികമാരിൽ പ്രധാനപ്പെട്ടുള്ള കൊടുങ്ങല്ലൂരുള്ള ലോകാംബികയുടെ കൊടുങ്ങല്ലൂർ അമ്മയുടെ ശക്തി ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്ന് ആവാഹിച്ചെടുത്തിട്ടുള്ള 64 കൂറുമ്പക്കാവുകളുണ്ട്. എട്ടില്ലം കരിവനമാർ എന്ന് പറയുന്ന തീയ സമുദായത്തിൽപ്പെട്ടവരുടെ ഏറ്റവും പ്രധാന ആരാധനാമൂർത്തിയാണ്. അവർക്ക് ആയത്താർ എൻബ്രാൻ മൂപ്പൻ എന്ന് പറയുന്ന സ്ഥാനികർ അവർ ഈ വടക്കിനെയും ഭാഗം ചെയ്യാറുണ്ട്. വടക്കിനെയും ഭാഗം ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ആചരണങ്ങൾ. അപ്പം ദേവിയുടെ ഭദ്രകാളി സ്വരൂപത്തിലുള്ള ആചരണങ്ങളിൽ മറ്റൊന്നാണ് ഈ വടക്കിനെയും ഭാഗ സമ്പ്രദായം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ദേവി ആചരണത്തിൻ്റെ ഇതാണ്. അതിൽ തന്നെ നമുക്കറിയാം തെയ്യം എന്ന് പറയുന്ന ഒന്ന്. തെയ്യം നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും ഉണ്ട്. അത് തെയ്യത്തിനെ കുറിച്ച് വിശദീകരിച്ച് പറയേണ്ടതില്ല, നിങ്ങൾക്കെല്ലാം ആചരണം ഉണ്ടായാലും. അടുത്ത് ഞാൻ പറഞ്ഞ പോലെ മെച്ചോട്ട് ഭഗവതി ക്ഷേത്രമുണ്ട്, ഇപ്പുറത്ത് കാവിലമ്മയുണ്ട്, ഇപ്പുറം നാട്ടുശാസ്ത്രപ്പനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തെയ്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആഘോഷമാണ് അല്ലേ? എല്ലാം ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ ശരിക്കും അതൊരു ആഘോഷം മാത്രമാണോ? ഒരിക്കലും. നമ്മൾ സാധാരണ പറയും തെയ്യം എന്ന് പറയുന്നത് ഒരു തെയ്യം കല അല്ലെ തെയ്യക്കാരൻ ഒരു കലാകാരനാണ് അല്ലെ ഒരു കലാരൂപമാണെന്ന് പറയും. ഇതൊരിക്കലും ഒരു കലയും കലാരൂപവുമല്ല, ഒരു അനുഷ്ഠാന കലയ എന്ന് വെച്ചാലും അതിനൊക്കെ താന്ത്രിക വശങ്ങളുണ്ട്. കൗളാചാരത്തിലെ ഏറ്റവും ഉയർന്ന ഒരു രീതിയാണ്. തെയ്യത്തെക്കുറിച്ച് ചെറിയൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം, സമയം വൈകുന്നു. അപ്പോൾ പണ്ട് കോലത്തിരി മഹാരാജാവ് മഹാമാന്ത്രികനായ മണക്കാടൻ ഗുരുക്കളോട് ആവശ്യപ്പെട്ടതാണ്, നാളെ നേരം പുലരുന്നതിന് മുൻപ് എൻ്റെ മുൻപിൽ 140 തെയ്യങ്ങൾ കെട്ടിക്കാണിക്കണം, 39 തെയ്യങ്ങൾ കെട്ടിക്കാണിക്കണം. അങ്ങനെ വെറുതെ കയ്യും വീശി വന്ന മണക്കാടൻ ഗുരുക്കൾ, മന്ത്രവടി മാത്രമാണ് കയ്യിലുണ്ടായിരുന്നത്. പിറ്റേന്നും പുലരുന്നതിന് മുൻപ് 140 തെയ്യങ്ങൾ കെട്ടിക്കാണിച്ചു കൊടുത്തു. അതിനുശേഷം നമുക്കറിയാം ശൈവ വൈഷ്ണവ ശാക്തീയ സങ്കല്പമാണ് നമുക്കുള്ളത്. അത് ശൈവ ആരാധനയിൽ ശിവന്റെ ശക്തി സ്വരൂപങ്ങളായിട്ടുള്ള അംശാവതാരങ്ങളായിട്ടുള്ള തെയ്യങ്ങൾ, വിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളായിട്ടുള്ള തെയ്യങ്ങൾ, നരസിംഹമൂർത്തിയെ പോലെയുള്ള, അല്ലെങ്കിൽ വലിയ മുത്തപ്പൻ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഊർപ്പക്ഷി ദൈവത്താർ എന്നൊക്കെ പറയുന്ന വിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളായിട്ടുള്ള തെയ്യങ്ങൾ, ദേവിയുടെ ശക്തിയുടെ തന്നെ അംശാവതാരങ്ങളായിട്ടുള്ള പല തെയ്യങ്ങൾ. പിന്നീട് മൃഗാരാധന, മൃഗങ്ങളെ ആരാധിക്കുക. അവിടെയാണ് പുലി ദൈവങ്ങൾ, പുലിയൂർക്കാളി, പുലിയൂർക്കണ്ണൻ, പുലിക്കണ്ണൻ ദൈവങ്ങൾക്ക് പുലികളെ ആരാധിക്കുന്ന രീതി. ശൈവ വൈഷ്ണവ ശാക്തീയ സങ്കല്പങ്ങളും മൃഗാരാധനയും കൂടാതെ വീരാരാധനയുണ്ട്. വീരന്മാരായിട്ടുള്ള ആളുകളെ, തച്ചോളിയോദയനെ പോലെയുള്ള, അല്ലെങ്കിൽ കതിവന്നൂർ വീരനെ പോലെയുള്ള ആളുകളെ, വീരന്മാരെ ആരാധിക്കുന്ന, അതാണ് വീരാരാധനയുടെ ഭാഗം. അതല്ലാതെ ചത്തും കൊന്നും ദൈവങ്ങളായി പോയവരുണ്ട്. എത്തിച്ച്
കടാങ്കോട്ട് മാക്കമൊക്കെ അങ്ങനെയാണ്. ചില സമയത്ത് അപകടത്തിൽപ്പെട്ടോ അല്ലെങ്കിൽ ദുർമരണങ്ങൾ സംഭവിച്ചിട്ടോ പിന്നീട് ദൈവക്കരുവായി മാറിയവരാണ്. അവരെയാണ് ഈ തെയ്യത്തിൽ ദൈവികമായിട്ട് ആചരിക്കുന്നത്. ഈ ആചരണങ്ങളെല്ലാം തന്നെ വെറും സാധാരണ രീതിയിലുള്ള ഒരു കലാരൂപമായിട്ടല്ല, മറിച്ച് താന്ത്രികപരമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ടാണ്, അവർ കൃത്യമായിട്ടുള്ള ഉപാസനകൾ ചെയ്തുകൊണ്ടാണ് അവർ തെയ്യത്തിലേക്ക് കടക്കുന്നത്. തെയ്യത്തിന് മുൻപേ സ്തോത്രം എന്ന് പറയും, തോറ്റം ആണ്. തോറ്റം തന്നെ 6 ഘട്ടങ്ങൾ: സ്തുതി, താളവൃത്തം, അഞ്ചടി, നീട്ടുകവി, പൊലിച്ചുപാട്ട്, തോറ്റം എന്നത്. ആ പൊലിച്ചുപാട്ട് ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അന്ന് തെയ്യം എൻ്റെ മുൻപിൽ കെട്ടിയാടിക്കണമെന്ന് പറഞ്ഞ കോലത്തിരി രാജാവിനും അദ്ദേഹത്തിൻ്റെ ഇടപ്രഭുക്കന്മാർക്കും അല്ലെങ്കിൽ പടനായകന്മാർക്കുമൊക്കെ ഈ ദേവത എന്താണ്, ഈ കലാരൂപം എന്താണ്, അല്ലെങ്കിൽ ഈ അനുഷ്ഠാനം എന്താണ് എന്നൊക്കെ വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പലപ്പോഴും ഇത് കൊണ്ട് നടക്കുന്ന പല ആളുകൾക്കും ഇതിൻ്റെ പ്രാധാന്യം അറിയാത്തത് കൊണ്ടും ആണ് ഇത് വെറും കലാരൂപമായിട്ട് റോഡിൽ തുള്ളുന്ന രീതിയിലേക്ക് മാറിപ്പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രാധാന്യം അറിയുക. ഇത് പണ്ടുകാലത്ത് ഏത് സ്ഥലത്ത് തെയ്യമുണ്ടെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ഒരു തറവാട്ടിലാണ്, തറവാട്ടിൻ്റെ മുറ്റത്താണ്, അല്ലെങ്കിൽ ആ തറവാട്ടിലുള്ള കൃഷി നടന്നിട്ടുള്ള പാടത്താണ് അത് നടന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ തറവാട്ടിലുള്ള ഒരു കാരണവർ, കാവിന് കാരണവർ ആണ് പ്രാധാന്യം. അവിടെ തന്ത്രിക്ക് പ്രാധാന്യമില്ല. കാവുകളെ ക്ഷേത്രങ്ങളാക്കി മാറ്റാതിരിക്കുക, അപ്പോൾ അത് വേറെ തന്നെ വലിയൊരു വിഷയമാണ്. കാവ് കാവായിട്ട് തന്നെ നിലനിർത്തുക, കാവിലെ ആചരണങ്ങൾ കൊണ്ടുപോകുക. കാവിൽ കാരണവർക്കാണ് പ്രാധാന്യം. ആ കാരണവരുടെ ഉപാസനയിലൂടെയാണ് ആ ദേവത, ആ ചൈതന്യം അവിടെ വന്നിട്ടുണ്ടാവുക. അവർ ദേവി ഉപാസകന്മാരായിരിക്കും, അല്ലെങ്കിൽ മന്ത്രമൂർത്തികളുടെ, ഭൈരവാദി പഞ്ചമൂർത്തികളുടെ ഉപാസകന്മാരായിരിക്കും. അതിൽ തന്നെ കുട്ടിച്ചാത്തൻ എന്നൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. കളകാട്ട് കരിങ്കുട്ടിക്കൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഇതിൽ അവസാനമായി പറയാനുള്ളത്, ഓരോരുത്തരുടെയും ഉപാസനക്കാണ് പ്രാധാന്യം. ഉപാസനയിലേക്ക് വരുന്നത് നമ്മുടെ ആദ്യം വേണ്ടത് ജപമാണ്. ജപം എന്ന് പറയുമ്പോൾ വളരെ സംശയമായിരിക്കും, എന്താണ് ജപിക്കേണ്ടത് അല്ലേ? കുറേ സാധനങ്ങളുണ്ട്, കുറേ മന്ത്രങ്ങളുണ്ട്. ആരെയാണ് ജപിക്കേണ്ടത്? ദേവീനെ ജപിക്കണോ, ശിവനെ ജപിക്കണോ? പക്ഷെ നമ്മൾ പണ്ട് ജപിച്ചു തുടങ്ങിയതുണ്ട് രാമ 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 രാമ. അത് തന്നെയാണ് മഹാമന്ത്രം. അത് ജപിച്ചാൽ മതി. നിങ്ങൾ വലിയ മന്ത്രങ്ങളുടെ പുറകെയൊന്നും പോകണ്ട. അത് ജപിച്ച സിദ്ധി വരും. ഒരു മന്ത്രം, ഏതെങ്കിലും ഒരു മന്ത്രം ജപിക്കുക. രാമരാമ എന്ന് ജപിക്കാൻ പറ്റുന്നവർ രാമരാമ എന്ന് മാത്രം ജപിച്ചാൽ മതി. അത് ജപിച്ചിട്ടാണ് കാട്ടാളനായ രത്നാകരൻ വാൽമീകിയായിട്ട് മാറിയിട്ടുള്ളത്. അല്ല, നിങ്ങൾക്കത് പോരാ, കുറച്ചുകൂടി വേണം. നിനക്ക് ആളെ മുന്നിൽ തന്നെ ഒന്ന് പറയണം, പഞ്ചാക്ഷരി ജപിക്കുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ പഞ്ചാക്ഷരി ജപിച്ചു. പഞ്ചാക്ഷരി നമശിവായ 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 എന്ന് പറഞ്ഞ് പഞ്ചാക്ഷരി ജപിക്കും. അല്ല, അഷ്ടാക്ഷരി വേണം. ശിവനെ മാത്രമേ എങ്ങനെയപ്പ വിളിക്കുക? വിഷ്ണുവിന് വിഷമാവൂലേ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ അഷ്ടാക്ഷരിയും ജപിക്കാം. ഓം നമോ നാരായണായ, അല്ലേ? അവിടെ കൊണ്ട് നിർത്തണം. നിങ്ങൾ അതിൻ്റെ പോളിനെ കൊണ്ടുള്ള മന്ത്രങ്ങൾക്കൊന്നും പോകണ്ട. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെ? ഇത് ഇത്രയും പറഞ്ഞിട്ട് നമുക്ക് ദേവീനെ എങ്ങനെയാണ് സ്മരിക്കാണ്ടിരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞ് ശ്രീരാമകൃഷ്ണ പരമഹംസർ ജപിച്ച് സിദ്ധി വരുത്തിയിട്ടുള്ള മന്ത്രമുണ്ട്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അത് മാത്രം ചൊല്ലുക. ഇവിടെ നിർത്തണം നമ്മുടെ നാമജപങ്ങൾ. ഇതിനപ്പുറത്തേക്ക് കടക്കാതിരിക്കുക. അപ്പോൾ കടക്കാതിരിക്കണം, നിർത്തണമല്ലേ? അപ്പോൾ അതിനപ്പുറം വേണമെങ്കിൽ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകണം. ആ ഭഗവാന്റെ അനുഗ്രഹം വരണമെങ്കിൽ, മറ്റെല്ലാം നമുക്ക് സിദ്ധിക്കണമെങ്കിൽ നമ്മുടെ പാപങ്ങൾ തീരണം. നമുക്ക് പൂർവ്വജന്മത്തിൽ 7 ജന്മത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാപങ്ങളുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ പാപങ്ങൾ, അതാണ് പറയുക, അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ, അച്ഛനോ അച്ചാച്ചനോ മുത്തച്ഛനോ, അവരുണ്ടാക്കി വെച്ച പാപങ്ങളുണ്ടാകും. അതാ ചില ആൾ പറയും, അവൻ്റെ 7 തലമുറക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയും. സ്വത്തല്ല പറഞ്ഞത്, പാപങ്ങളാണ്. അയാൾ ഉണ്ടാക്കി വെച്ച പാപങ്ങൾ നമ്മുടെ അച്ചാച്ചനും മുത്തച്ഛനെല്ലാം ഉണ്ടാക്കി വെച്ച് നമ്മളിങ്ങനെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മളെങ്കിലും, നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ, അല്ലേ, നമ്മുടെ അച്ഛൻ്റെ ശുക്ലവും അമ്മയുടെ അണ്ഡവും ചേർന്നുകൊണ്ട്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഈ വെള്ളയും ചുവപ്പും ചേർന്നുകൊണ്ട്, ശിവനും ശക്തിയും ചേർന്നുകൊണ്ടാണ് ഇത് രണ്ടും ചേർന്ന് ഒരു ബിന്ദുവായിട്ടുണ്ടെങ്കിൽ
ഈ ബിന്ദുവാണ് നവയോനികൾ നവധാതുക്കളായിട്ട് മാറിയിട്ടുള്ളത്. ത്വക്ക്, രക്തം, മാംസം, മേധസ്, അസ്ഥി എന്നുള്ള 5 ധാതുക്കളും, മജ്ജ, മാംസം, പ്രാണൻ, ജീവൻ, ഇങ്ങനെയുള്ള 4കളും ചേർന്നുകൊണ്ട് ഈ 9 ധാതുക്കൾ ചേരുന്ന സമയത്ത് 9 ധാതുക്കളായി നവയോനികളായി മാറി 72,000 നാഡീചരമ്പുകളുടെ പഞ്ചേന്ദ്രിയങ്ങളായി എല്ലാം ചേർന്നുകൊണ്ട് കയ്യും കാലും കണ്ണും കർണവും ഒക്കെ ചേർന്ന് ഒരു ശരീരമായി ഒരു കുട്ടി ജനിക്കുന്ന സമയം വരെ ഇതൊക്കെ ഈ ശക്തി ചൈതന്യം നമ്മുടെ ശരീരത്തിലുണ്ട്. അത് ഈ ശക്തി ചൈതന്യമാണ് നമ്മുടെ കുണ്ടലിനി ശക്തിയായി നമ്മളെ നട്ടെല്ലിൻ്റെ ഏറ്റവും അടിയിൽ മൂലാധാരത്തിൽ ഇരിക്കുന്നത്. ആ ശക്തി ചൈതന്യത്തെയാണ് 6 പടികളും കടത്തി യോഗ പ്രക്രിയയുള്ള താന്ത്രിക പ്രക്രിയകളിൽ കടന്ന് നമ്മുടെ സഹസ്രാര പത്മത്തിലിരിക്കുന്ന ശിവനുമായിട്ട് യോജിപ്പിക്കേണ്ടത്. ആ ശക്തി നമ്മളെ ശരീരത്തിൽ നിന്ന് പോകുന്ന സമയത്ത് നമ്മളെന്താ പറയാ, ശക്തി പോയി എന്ന് പറയും. പിന്നെ മലയാളത്തിൽ ചത്തുപോയി എന്ന് പറയും. ശക്തി പോയാൽ ചത്തുപോയി എന്ന് പറയും. അപ്പോൾ അത് പോകുന്നതിന് മുൻപേ തന്നെ നമ്മുടെ ആ ശക്തിയെ സഹസ്രാര പത്മത്തിലെടുക്കുന്ന ശിവനുമായിട്ട് യോജിപ്പിക്കണം. ആ യോജിപ്പിക്കാൻ അതിന് ചില പ്രക്രിയകളുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ദേവി ആരാധനയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പഞ്ചദശി മന്ത്രവും ഷോഡശി മന്ത്രവും ഒക്കെ വരുന്നതിന് മുൻപ് നമ്മളൊക്കെ ദേവിയെ ആരാധിക്കുന്നത്, ഈ ദേവിയെ ആരാധിക്കുന്ന ഒരു ക്രമമുണ്ട്. ബാല, ത്രിപുര, പ്രൗഢ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശക്തിയ പൂജകളിൽ ദേവിയെ ഏറ്റവും ആരാധിക്കുന്നത് ബാല എന്നുള്ള രൂപത്തിലാണ്. ഞാൻ അതാണ് അവസാനം പറയാൻ വേണ്ടിയിട്ട് വെച്ചത്. ബാല എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയാളായിട്ട് നമ്മളെ മുന്നിലിരിക്കുന്ന പട്ടുപാവാടയെടുത്ത 9 വയസ്സുള്ള കണ്ണെഴുതിയ മുടി പിന്നിട്ട നല്ല സുന്ദരി കുട്ടിയുടെ രൂപത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. ദേവിയുടെ 51 അക്ഷരം എന്ന് പറയുന്നത് ദേവിയുടെ മന്ത്രമാണ്. 35 ശക്തിയുടെ പ്രതീകമാണ്. വ്യഞ്ജനാക്ഷരങ്ങൾ ശക്തിയുടെ പ്രതീകമായിട്ട് വ്യഞ്ജനാക്ഷരങ്ങൾ ഇത് രണ്ടും ചേരുന്ന സമയത്താണ് വാക്കുകൾ ഉണ്ടാകുന്നത്. ആ വാക്കുകളാണ് പരാപശ്യന്തി, മധ്യമ, വൈദ്യരി രൂപത്തിൽ. വൈദ്യരി എന്ന അവസാനം വരുന്ന വാക്കിന്റെ പേര്. അതിന് തുടക്കത്തിൽ